മുള്ളിയാകുറിശി MLP സ്കൂളിൻ്റെ ഹലോ ഇന്നത്തെ പരിപാടിക്ക് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് 30-ലധികം വർഷമായി നേതൃത്വം നൽകി വരുന്ന ഹെഡ് മാസ്റ്റർ ശ്രീ രാജഗോപാലൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രൗഢോജ്വലമായ വേദിക്കും ധന്യമായ സദസ്സിനും എൻ്റെ നമസ്കാരം. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശ്രീ കൊടക്കാട്ട് മൊയ്തുപ്പമുല്ല കൊളുത്തിവെച്ച അക്ഷരദീപം അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടാണ് മുള്ളിയാകുറിശി AMLP സ്കൂൾ എന്ന ഈ സ്ഥാപനം ഇന്നത്തെ ഈ നിലയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. സാംസ്കാരിക സമ്പന്നമായ കിഴാറ്റൂർ പഞ്ചായത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കാർഷിക ഗ്രാമം, തീർത്തും നിരക്ഷരരായ ഒരു വലിയ സമൂഹം, അവർക്ക് വിദ്യാഭ്യാസം നൽകുക എന്ന ഒറ്റ ലക്ഷ്യത്തിൽ മുള്ളിയാകുറിശിയിലും പരിസര പ്രദേശങ്ങളിലും 9ഓളം വിദ്യാലയങ്ങൾ പടുത്തുയർത്തിയ ഒരു മഹാ വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ കൊടക്കാട്ട് മൊയ്തുപ്പമുല്ല. നമുക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരു പത്മശ്രീ എന്തായാലും ഉറപ്പാണ്. കാരണം ഒരു സ്വാർത്ഥ താല്പര്യവുമില്ലാതെ അധ്യാപകർ അങ്ങോട്ട് പൈസ കൊടുത്ത് ശമ്പളം അവർക്ക് അങ്ങോട്ട് കൊടുത്ത് അങ്ങനെ ഒരു ഇത്രയും വിദ്യാലയങ്ങൾ അക്കാലത്ത് കെട്ടിപ്പടുത്തു എന്നുള്ളത് ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വലിയ അതിശയം തന്നെയാണ്. അതിനുശേഷം ശ്രീ KV മുഹമ്മദ് സാഹിബ് ഇതിൻ്റെ മാനേജറാവുകയും ശ്രീ KV മുഹമ്മദ് സാഹിബിൽ നിന്നാണ് നമ്മുടെ പരിണിതപ്രജ്ഞനും അസാമാന്യ വ്യക്തിപ്രഭാവത്തിനുടമയുമായ നമ്മളെല്ലാം അധികാരി എന്ന് വിളിച്ചിരുന്ന ശ്രീ മരക്കാർ കുട്ടി ഹാജി ഇതിൻ്റെ മാനേജറായി വരുന്നത്. ഒരുപാട് കാലം അദ്ദേഹം ഇതിൻ്റെ മാനേജറായി നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കാലശേഷം മക്കളായ ശ്രീ അബ്ദുൽ ഹമീദും ശ്രീ അസീസ് മാഷും അതിൻ്റെ മാനേജർമാരായി. ഇപ്പോൾ ശ്രീ അബ്ദുൽ അസീസ് മാഷാണ് ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് പദം അലങ്കരിക്കുന്നത്. വളരെ പിന്നാക്കം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്നും നമ്മുടെ ഈ പ്രദേശത്തെ വിദ്യാസമ്പന്നരാക്കി മാറ്റുന്നതിൽ നമ്മുടെ വിദ്യാലയം വഹിച്ച പങ്ക് ചെറുതല്ല. ഇത് അന്നത്തെ കാലത്തൊക്കെ ഇന്ന് ഈ രീതിയിലുള്ള സൗകര്യങ്ങളും ഒന്നുമില്ലെങ്കിലും ഒരു ചെറിയ ഓത്തുപള്ളിക്കൂടമായി തുടങ്ങി അതിൽ നിന്ന് ഘട്ടം ഘട്ടമായി വളർന്ന് ഞാനൊക്കെ വരുമ്പോൾ ഈ ഒരു 34 വർഷം മുമ്പ് ഈ വിദ്യാലയത്തിൽ വരുമ്പോൾ വളരെ അങ്ങനെയൊക്കെ വളരെ മോശമായ ഒരു രീതിയിലായിരുന്നു. എന്നാൽ ഇന്ന് ഒരുപാട് മാറി, പുതിയ കെട്ടിടങ്ങൾ വന്നു. നമ്മളുടെ മാത്രമല്ല, നമ്മുടെ പ്രദേശത്തെ മുഴുവൻ വിദ്യാലയങ്ങളും ഹൈടെക്കായി. ആ സമയം അതിനോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയവും ആ മാറ്റം ഉൾക്കൊണ്ട് തന്നെ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒക്കെ കാരണം എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് അത് മതി. അന്ന് വീടുകളും അങ്ങനെയാണ്. ഇന്ന് വീടുകളും അതേപോലെ ഹൈടെക്കായി, വീടുകളിൽ ഒരുപാട് സൗകര്യങ്ങളായി. അതൊക്കെ ആ വീടുകളിൽ നിന്ന് വരുന്ന കുട്ടികൾക്കും അതുപോലുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥരായി. എന്തായാലും വളരെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തൻ്റെ കുട്ടിയെ സ്കൂളിൽ ചേർക്കുന്നതിന് മുമ്പ് അവിടുത്തെ പഠന നിലവാരത്തെ പറ്റിയും ആ ടീച്ചേഴ്സിനെ പറ്റിയും ഒക്കെ വളരെ ചർച്ച വാട്സപ്പിൽ കൂടി നടക്കുന്നുണ്ട് എന്നെനിക്കറിയാം. പലപ്പോഴും വൈകുന്നേരങ്ങളിൽ അത് അമ്മമാർ അധികവും ഓരോ വിദ്യാലയത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെ ചർച്ച ചെയ്ത് തൻ്റെ കുട്ടിയെ എവിടെ ചേർക്കണമെന്ന് ആലോചിച്ച് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് കുട്ടികളെ വിദ്യാലയത്തിൽ ചേർക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തെ പറ്റി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസ മികവിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ക്ലബ്ബുകളും അത്
സംഘങ്ങളും ഒക്കെ വിദ്യാലയത്തിലുണ്ട്. അതുപോലെ നമ്മൾ വിദ്യാരംഗം, ശാസ്ത്ര ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, അങ്ങനെ പിന്നെ കുട്ടികളുടെ നല്ല ശീലങ്ങൾ പഠിപ്പിക്കുന്നതിനും ഇപ്പോൾ ഈ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്കൗട്ട്, നേരത്തെ നമ്മുടെ AO സാറ് സൂചിപ്പിച്ചു. സ്കൗട്ടിനെ നമ്മുടെ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമുള്ള അംഗീകാരം നമ്മുടെ വിദ്യാലയത്തിന് കിട്ടുന്നുണ്ടായി. ആ സ്കൗട്ടിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകുന്നത് നമ്മുടെ സജിമാഷാണ്. സജിമാഷെ ഈ സന്ദർഭത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ നല്ല JRC യൂണിറ്റ്, JRCയുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിട്ടയായ പിന്നെ വ്യായാമങ്ങളും അതുപോലെ നല്ല ശീലങ്ങളും ഒപ്പം ക്വിസ് മത്സരത്തിനും ഒക്കെ പ്രാപ്തമാക്കുന്ന രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ അനീസ് മാഷാണ്. അനീസ് മാഷയെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ LSSൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ വർഷം USS സംസ്ഥാന തലത്ത് തന്നെ 2ാം സ്ഥാനം കിട്ടിയത് മേലാറ്റൂർ ഉപജില്ലയ്ക്കാണ്. അപ്പോൾ തന്നെ AEO പറഞ്ഞിരുന്നു നമ്മോട്, അടുത്ത വർഷം LSS സംസ്ഥാന തലത്ത് 1ാം സ്ഥാനത്ത് നമ്മൾ എത്തണം. അതിന് വേണ്ട പ്രവർത്തനങ്ങൾ നിങ്ങൾ വളരെ നന്നായി സ്കൂളുകളിൽ ആരംഭിക്കണമെന്ന് ഞങ്ങളോടൊക്കെ ആവശ്യപ്പെടുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി 4ാം ക്ലാസ്സിലും ഇപ്രാവശ്യം നന്നായി എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ട്, ഇപ്രാവശ്യം കുറച്ചും കൂടി പിന്നെ ശ്രമകരമായി ആ LSSൻ്റെ പിന്നെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ 2-3 മോഡൽ പരീക്ഷകളൊക്കെ കുട്ടികൾക്ക് കഴിഞ്ഞു LSSനുള്ളത്. അപ്പോൾ ഇനി 27-ാം തീയതി ഫൈനൽ പരീക്ഷയാണ്, LSSൻ്റെ ഫൈനൽ പരീക്ഷയാണ്. അതിൽ നമ്മുടെ വിദ്യാലയത്തിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവണം. അതിന് നിങ്ങളും കുട്ടികളും എല്ലാവരും ഒത്തൊരുമിച്ച് ശ്രമിക്കണം. അതിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ഷഫീഖ് മാഷാണ്. ഷഫീഖ് മാഷയെയും ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗം നീട്ടുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ സമ്മേളനം യാത്രയയപ്പ് സമ്മേളനവും വാർഷികാഘോഷവുമാണ്. ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ സാരഥി ശ്രീമതി ജമീല ചാലിയത്തൊടിയാണ്. നിങ്ങൾക്കറിയാം, പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ തന്നെ എല്ലാവരെയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്ന, നമുക്കേവർക്കും എന്ത് കാര്യം വളരെ സ്നേഹപൂർവ്വം ചെന്ന് പറയാൻ കഴിയുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് ശ്രീമതി ജമീല ചാലിയത്തൊടി. ശ്രീമതി ജമീല ചാലിയത്തൊടിയെ നിങ്ങൾക്കെല്ലാവർക്കും ശ്രീമതി ജമീല ചാലിയത്തൊടിയെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി വളരെ സ്നേഹത്തോടെ ആദരവോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത് അഡ്വക്കേറ്റ് UA ലത്തീഫ് സാറാണ്, MLA. അദ്ദേഹത്തിന് വേറെ ചില തിരക്കുകൾ കാരണം പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചതുകൊണ്ടാണ് നമ്മുടെ ഉദ്ഘാടനം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ സ്കൂളിൻ്റെ PTA പ്രസിഡൻറ്റ് ശ്രീ യൂസുഫ് ആക്ക. എന്തിനും ഏതിനും നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യത്തിനും വന്ന് അന്വേഷണം നടത്തുന്ന, നമുക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ PTA പ്രസിഡൻറ്റിനെ ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തി, നേരത്തെ DDയുടെ ഒരു മീറ്റിംഗ് ഉള്ളതുകൊണ്ട് നമുക്ക് നേരത്തെ പോകേണ്ടി വന്നതാണ്. നമ്മുടെ ഉപജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എന്ത് തിരക്കിനിടയിലും, കാരണം അക്കാദമിക കാര്യങ്ങൾക്കാണ് സാറ് എപ്പോഴും മുൻതൂക്കം കൊടുക്കാറുള്ളത്. അതാണ് എപ്പോഴും ഹെഡ് മാസ്റ്റർമാരുടെ മീറ്റിങ്ങിലും പറയാറുള്ളത്. അത് വളരെ നന്നായി കൊണ്ടുപോകുന്ന നമ്മുടെ ഓഫീസിനെ മാതൃകാ ഓഫീസാക്കി മാറ്റിയ ശ്രീ സക്കീർ സാറ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറെ, അദ്ദേഹം സംസാരം കഴിഞ്ഞു പോയി, എന്നാലും അദ്ദേഹത്തെ വിശദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അസീസ് പട്ടിക്കാട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
അസീസ് പട്ടിക്കാട് മലപ്പുറത്ത് ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ളത്. നമ്മോടെപ്പോഴും നമ്മുടെ വിദ്യാലയത്തോടെപ്പോഴും വളരെ അടുത്തു പെരുമാറുന്ന ശ്രീ അസീസ് പട്ടിക്കാടിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി ബിന്ദു മാത്യു നമ്മുടെ പഞ്ചായത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മളൊക്കെ PECയിൽ പറയുന്ന അഭിപ്രായങ്ങളെ വളരെ സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ശ്രീമതി ബിന്ദു മാത്യുവിനെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 12ാം വാർഡിൻ്റെ മെമ്പർ, നമ്മുടെ സ്കൂളിൽ നിൽക്കുന്ന 12ാം വാർഡിൻ്റെ മെമ്പർ ശ്രീമതി സാബിറ കുളമ്പിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്ത് പരിപാടിയിലും വളരെ നമ്മോടൊപ്പം നിന്ന മാതൃസമിതിയിലിരുന്നപ്പോഴും നമ്മോടൊപ്പം നമ്മുടെ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ശ്രീമതി സാബിറ കുളമ്പിലിനെ നമുക്കെല്ലാവർക്കും വേണ്ടി സ്നേഹാദരങ്ങളോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ 13ാം വാർഡിൻ്റെ മെമ്പർ സലാം മാഷും നമ്മുടെ സ്കൂളിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്ത് തിരക്കിനിടയിലും ഓടിയെത്തുന്ന വ്യക്തിയാണ്. മാഷെ വളരെ സന്തോഷപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മാനേജർ അബ്ദുൽ അസീസ് മാഷ്, നമ്മുടെ സ്കൂളിന് വേണ്ട പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു തരുന്നത് ശ്രീ അസീസ് മാഷാണ്. അസീസ് മാഷെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ മുൻ മാനേജർ അസീസ് മാഷിൻ്റെ തൊട്ട് മുമ്പ് സ്കൂളിൻ്റെ മാനേജർ പദം അലങ്കരിച്ചിരുന്നത് ശ്രീ അമീദ് പട്ടിക്കാടാണ്. ശ്രീ അമീദ് പട്ടിക്കാടിനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ തൊട്ട് അടുത്ത UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ശ്രീ മുഹമ്മദ് അസ്ലം മാസ്റ്റർ നമ്മൾ വരാമെന്ന് ഏറ്റിരുന്നതാണ്. എന്തായാലും പരിപാടി കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് മാഷ് എത്തും. മാഷക്കും മാഷുടെ അഭാവത്തിൽ സ്വാഗതം പറയുന്നു. അതുപോലെ ശ്രീ MT മുഹമ്മദ് അലി, നമ്മുടെ സ്കൂളിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി. സ്കൂളിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ 100 നാക്കാണ് മോമാലിയാക്കക്ക്. അപ്പോൾ മോമാലിയാക്കയെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ മുൻ മെമ്പർ, നമ്മുടെ സ്കൂളിനോട് ഏറ്റവും അടുത്ത് പെരുമാറുന്ന അടുത്തിടപഴകുന്ന ശ്രീ ഉസ്മാൻ കൊമ്പൻ നമ്മുടെ പരിപാടിയിലേക്ക് എത്തിച്ചേരും. ഉസ്മാനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ P കുഞ്ഞി മുഹമ്മദ് എന്ന വാപ്പു ഈ പരിപാടി എത്തിച്ചേരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. വാപ്പുവിനെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മോടൊത്ത് എന്ത് സ്കൂളിൻ്റെ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന ശ്രീ MT റഷീദ്, നമ്മുടെ MT റഷീദിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ PTA വൈസ് പ്രസിഡൻറ്റ് ശ്രീ കുഞ്ഞഹമ്മദ്, നമ്മൾ കുഞ്ഞാണി എന്ന് വിളിക്കുന്ന കുഞ്ഞഹമ്മദ് പരിപാടി ഉണ്ട്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളിലും എന്താ വേണ്ടതെന്നുള്ളതൊക്കെ ചോദിച്ച് നമ്മോടൊപ്പം നിൽക്കുന്ന ശ്രീ കുഞ്ഞമ്മനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ MTA പ്രസിഡൻറ്റ് ശ്രീമതി ആമിന MTA പ്രസിഡൻറ്റ് നമുക്ക് എന്തിനും ഞാൻ ഇപ്പോൾ നോക്കിയ തന്നെ, കാരണം സ്റ്റേജിൽ മിക്കവാറും കാണൂല, അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കിയത്. അതുപോലെ ശ്രീമതി ആമിനയെ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ സ്കൂളിൻ്റെ പ്രതിനിധി ശ്രീ ഷഫീഖ് മാഷ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ സ്കൂൾ ലീഡർ അശ്വീന നമ്മുടെ ആശംസകൾ അർപ്പിക്കുന്ന നമ്മുടെ സ്കൂൾ ലീഡറാണ്. അശ്വീനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ മുഹമ്മദ് അലി KV, അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ മുഹമ്മദ് അലി, മുൻ PTA പ്രസിഡൻറ്റുമാരാണ് ഇവരൊക്കെ. അലിക്കാക്ക എന്ന് വിളിക്കുക, അതുകൊണ്ടാണ് മുഹമ്മദ് അലി എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പലർക്കും അറിയണ്ടാവില്ല. പിന്നെ നമ്മുടെ P മുഹമ്മദ് അലി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ മുൻ PTA പ്രസിഡൻ്റായിരുന്ന ശ്രീ CT നാസറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
അതുപോലെ മുൻ PTA പ്രസിഡന്റ് ശ്രീ ബാലസുബ്രഹ്മണ്യൻ പരിപാടിയിലേക്ക് നമ്മൾ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ശ്രീ അസൈനാർ സെക്കുലർ ട്രസ്റ്റിൻ്റെ പ്രതിനിധിയായി ഇവിടെ എത്തിയിട്ടുണ്ട്. അസൈനാറിനെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ LSCയുടെ ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടുള്ള അൻവർ സാദത്തിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഡിഫൻസ് ക്ലബിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ധീരജ്, ഗോൾഡൻ ബോയ്സിൻ്റെ പ്രതിനിധിയായ ശ്രീ റാസിക്ക്, മാനിഷാദ ക്ലബിൻ്റെ പ്രതിനിധിയായ നമ്മുടെ JP മാഷ്, FC ക്ലബിൻ്റെ പ്രതിനിധിയായ ശ്രീ സൈനുലാബുദ്ദീൻ, ഹീറോസ് ക്ലബിൻ്റെ പ്രതിനിധിയായ ശ്രീ മോമർ റമീസ്, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇന്നത്തെ ഈ പരിപാടിയുടെ മുഖ്യ താരങ്ങൾ ഒന്ന് നമ്മുടെ 30 വർഷത്തോളം നമ്മുടെ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച് ശാരീരികമായ ചില പ്രയാസങ്ങളും വീട്ടിലെ പ്രശ്നങ്ങളും കാരണം 2 വർഷം നേരത്തെ VRS എടുത്തു പോകുന്ന നമ്മുടെ ജയ ടീച്ചറാണ്. ജയ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നേരത്തെ AO സൂചിപ്പിച്ചു, നമ്മുടെ വിദ്യാലയത്തിലെ നല്ല ഒരു ഇംഗ്ലീഷ് അധ്യാപിക, നമ്മുടെ സബ് ജില്ലയിലെ തന്നെ BRCയിലെ നല്ലൊരു ഇംഗ്ലീഷ് RP, അതുപോലെ തന്നെ 9 വർഷത്തോളം നമ്മുടെ മുള്ളിയാകുറിശി AMLP സ്കൂളിന് ശാസ്ത്ര ക്ലബിൻ്റെ അതായത് നമ്മുടെ ശാസ്ത്രമേളയുടെ LP വിഭാഗത്തിൻ്റെ ഓവറോൾ നേടിത്തരാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ജയ ടീച്ചർ റിട്ടയർ ചെയ്യുകയാണ്. ജയ ടീച്ചറെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ 28 വർഷത്തോളം നമ്മുടെ വിദ്യാലയത്തെ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ഒരുക്കിത്തന്ന, നല്ല രുചികരമായ ഉച്ചഭക്ഷണം ഒരുക്കിത്തന്ന ശ്രീമതി സുലൈക്ക, പിന്നെ ഞങ്ങളൊക്കെ താത്ത എന്നാണ് വിളിക്കൽ. താത്തയുടെ ബിരിയാണിയും കോഴിക്കറിയൊക്കെ ഭയങ്കര രസകരമാണ്. താത്തയെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ 2024 വനമിത്ര അവാർഡ് നേടിയ ശ്രീ സമദ് ആക്കപ്പെടുന്നുണ്ട്. പരിസ്ഥിതി നിങ്ങൾക്കറിയാം, ദീർഘകാലമായി പരിസ്ഥിതി പ്രവർത്തകനാണ്. ധാരാളം എവിടെ പൂക്കളും ചെടികളും ഒക്കെ കണ്ടാലും അതിലൊരു കൈ മിക്കവാറും സമദ് ഉണ്ടാവും. അങ്ങനെ നാട്ടിൽ മുഴുവൻ മരങ്ങളും ചെടികളും വെച്ച് പിടിപ്പിക്കുന്ന കഴിഞ്ഞ വർഷത്തെ വനമിത്ര അവാർഡ്, സംസ്ഥാന അവാർഡ് നേടിയ ശ്രീ സമദാക്കയെ ഈ പരിപാടിയിലേക്ക് വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമുക്ക് ഈ പരിപാടിക്ക് നന്ദി അറിയിക്കുന്ന ഞങ്ങളുടെ സ്റ്റാഫ് സെക്രട്ടറി സജിമാഷെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് മുഴുവൻ രക്ഷിതാക്കളെയും നാട്ടുകാരെയും കുട്ടികളെയും സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷപദം ഏറ്റെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ PTA പ്രസിഡന്റ് ശ്രീ യൂസഫ് പാറയിലിനോട് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആദ്യം പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇവിടെ സ്വാഗതം പ്രസംഗത്തിൽ സൂചിപ്പിച്ച രാജഗോപാലൻ സാറ് സൂചിപ്പിച്ച പോലെ നമ്മളുടെ ഈ സ്കൂളിൻ്റെ ഒരു ഏകദേശ ചിത്രം നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തി എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതാണ്. ഇതിൻ്റെ പൂർവ്വകാല ചരിത്രവും മറ്റ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഒന്നും കൂടെ റീപ്പീറ്റ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമില്ല. കാരണം എല്ലാ ആളുകളും നമ്മളുടെ കുട്ടികളുടെ പരിപാടികൾ വീക്ഷിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന ആളുകളാണ്. അതുകൊണ്ട് നേരത്തെ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിരുന്ന UA ലത്തീഫ് സാറ് സ്ഥലത്ത് എത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ പരിപാടിയുടെ മുഖ്യ ഉദ്ഘാടനം ചെയ്യുന്നതിന് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളുടെ കിഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജമീല ചാലിയത്തൊടിയാണ്. ഇവിടുന്ന് മുഖ്യ പ്രഭാഷണം നടത്തി നമ്മളുടെ മുമ്പിൽ ഒരു പ്രഭാഷണം വളരെ വൃത്തിയായി നിങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച സക്കീർ സാർ ഇവിടുന്ന് പോയി. അയാൾ നമ്മൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടാണ് പോയത്. ഇനി ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ നമ്മൾക്ക് ഏറ്റവും പരിചയസമ്പന്നനായ
അസീസ് പട്ടിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ഇത്രയും തസ്തികകളുള്ള ഈ മനുഷ്യൻ ഒരുപാട് പണികളൊക്കെ ഒട്ടെറിഞ്ഞാണ്ട് നമ്മൾ ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത്. ഇനി ഇവിടുന്ന് പെട്ടെന്ന് പോകണമെന്ന് പറയുന്നുണ്ട്. ഏതായാലും ഈ പരിപാടി കഴിഞ്ഞിട്ട് അയാളെ വിടുകയുള്ളൂ. അടുത്തതായി ശ്രീമതി ബിന്ദു മാത്യു, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൽ. 12-ാം വാർഡിൻ്റെ ശ്രീമതി സാബിറ കൊളമ്പിൽ, 13-ാം വാർഡിൻ്റെ അബ്ദുസലാം മാസ്റ്റർ, അബ്ദുൽ അസീസ് KV മാനേജർ, ശ്രീ ഹമീദ് പട്ടിക്കാട്, ശ്രീ MT മുഹമ്മദ് അലി സാഹിബ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ആളാണ്. പിന്നെ ഉസ്മാൻ കൊമ്പൻ എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്, എത്തിയിട്ടില്ല. ശ്രീ കുഞ്ഞി മുഹമ്മദ് എന്ന വാപ്പു, എൻ്റെ സുഹൃത്തും എല്ലാവിധ കാര്യങ്ങൾക്കും ഒപ്പം നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരൻ MT റഷീദ്, ശ്രീ കുഞ്ഞഹമ്മദ് KV PTA പ്രസിഡന്റ്. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സമയങ്ങളിലും എന്നെ അന്വേഷിക്കുകയും പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ശ്രീ കുഞ്ഞുമുഹമ്മദ് KV. കൂടുതൽ ആളുകളെ എല്ലാവർക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. ഞാനിവിടെ പറയാൻ 1-2 കാര്യങ്ങൾ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ്. നമ്മളുടെ ഈ പാഠ്യേതര പദ്ധതി പ്രകാരം ഈ സ്കൂളിനെ വളരെ ഉന്നതങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച അധ്യാപകർ വളരെയധികം പ്രശംസ ഏറ്റുവാങ്ങേണ്ടതാണ്. അത് നമ്മൾ അവർക്ക് കൊടുക്കേണ്ടതാണ്. കൂടുതൽ പിന്നെ പറയാനുള്ളത്, നമ്മുടെ ഭാരത് സ്കൗട്ടിൻ്റെ പരിശീലനം നൽകിയ സജി ഫിലിപ്പ്, അദ്ദേഹം വളരെ പ്രയാസപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് അവാർഡ് വാങ്ങിത്തരാൻ പ്രയത്നിച്ച അയാൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടതാണ് എന്ന് ഈ പരിപാടിയിൽ ആദ്യമായി അറിയിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ശാസ്ത്രമേളയിൽ A+ നേടിയ കുറേ കുട്ടികളുണ്ടായിരുന്നു. അവരെ അനുമോദിച്ചു. അവർക്ക് ഇനി സമ്മാനങ്ങൾ നൽകുന്നുണ്ട്. അവരെയും അതിനെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും വളരെ നല്ല നിലയിൽ പ്രശംസിച്ചുകൊണ്ട് അടുത്ത ഒരു പരിപാടിയിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 100-ാം വാർഷികത്തോടനുബന്ധിച്ച് പല പരിപാടികളും ആസൂത്രണം ചെയ്തിരുന്നു. അതിൽ പ്രത്യേകമായി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു കാര്യം, ഹരിത കർമ്മസേന എന്ന പരിപാടി നമ്മളെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുപോകുന്ന ആളുകളെ അവർക്ക് ബോധവൽക്കരണം നൽകുന്ന ഒരു രൂപത്തിൽ ഈ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച ഒരു പ്രസംഗമുണ്ട്. അത് കേൾക്കാൻ വളരെ ഇമ്പമായിരുന്നു. കാരണം നമ്മളെ നാടും നന്നാകട്ടെ, നമ്മളെ സ്കൂളും നന്നാകട്ടെ, അതോടുകൂടി നമ്മളുടെ പഞ്ചായത്തും നന്നാകട്ടെ, വൃത്തിയായി സൂക്ഷിക്കട്ടെ എന്ന ആ മുദ്രാവാക്യമുണ്ടല്ലോ, അതൊരു ഭയങ്കര മുദ്രാവാക്യമാണ്. നമ്മളത് ഏറ്റുപിടിക്കണം. നമ്മളുടെ വീടുകളിലും നമ്മളുടെ സ്കൂളിലും എല്ലാവരും അത് അനുകരിക്കണം എന്ന് മാത്രം പറയുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നപ്പോൾ, ഞാൻ എല്ലാ സമയങ്ങളിലും ഇവിടെ വരാറുണ്ട്, വന്നു കഴിഞ്ഞപ്പോൾ അന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി കുട്ടികളെ പരിശീലിപ്പിക്കുന്ന LSS വിദ്യാഭ്യാസ രേഖ ഒരു രൂപം ഞാൻ ഇവിടെ കണ്ടു. അതായത് ശനി ഞായർ ദിവസങ്ങളിൽ നമ്മളെ ഷെഫീഖ് മാഷ് വണ്ടി എടുത്ത് ഇവിടെ വന്നിട്ട് കുട്ടിയൊക്കെ ഐസ്ക്രീം വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആയിരുന്നു പഠിപ്പിച്ചിരുന്നത്. അപ്പം അന്ന് ആ ക്ലാസ്സിന് പേരിട്ടത് ഐസ്ക്രീമായിരുന്നു. ഐസ്ക്രീം ക്ലാസ് എന്ന ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് LSSനോട് അത്രയും ബഹുമാനമാണ് തോന്നിയത്. നിങ്ങളൊന്ന് ആർത്ത് കൈയടിച്ച് പാസ്സാക്കണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ കേൾക്കുമ്പോൾ. മറ്റൊരു കാര്യം, നമ്മൾ ഇവിടെ ഈ പരിപാടിക്ക് പേരൻസ് മീറ്റിങ്ങിനെ വിളിക്കുമ്പോൾ വളരെ ചുരുങ്ങിയത് ആളുകൾ മാത്രമാണ് ഇതിന് വരാറുള്ളത്. വളരെ പതുക്കെ അതിന് പറയാൻ പറ്റുള്ളൂ, ആരും കേൾക്കാൻ പറ്റില്ല. കാരണം രക്ഷിതാക്കളാണ് കുട്ടികളുടെ പേരൻസ് മീറ്റിങ്ങിന് വന്നിട്ട് അവരുടെ കാര്യകാരണങ്ങൾ സൂക്ഷിക്കേണ്ടതും നോക്കേണ്ടതും അവരുടെ പഠന കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതും. അത് നോക്കാൻ അവർക്ക് നേരമില്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ആ ഒരു സംവിധാനത്തിൽ നിന്ന് മാറി നമ്മളുടെ സ്കൂളിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നാം എല്ലാവരും PTA മീറ്റിങ്ങിലെങ്കിലും നിങ്ങൾ ഒരുമിച്ച് വരണം. കുട്ടി സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ കുട്ടിയുടെ അധ്യാപകരുമായി രക്ഷിതാക്കൾ ഉണ്ടാക്കുന്ന ഒരു ലിങ്ക് ഉണ്ടല്ലോ, അതൊരു വല്ലാത്ത ലിങ്കാണ്. ഞാൻ പല പ്രാവശ്യം ഇവിടെ വരുമ്പോൾ എൻ്റെ ഈ സ്കൂളിൻ്റെ കുട്ടികളെ
4ാം ക്ലാസ്സിൽ LSS പഠിക്കുന്ന കുട്ടികൾ എൻ്റെ കൂടെ ചുറ്റും നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്കത് അനുഭവപ്പെടുന്ന ആ ഒരു നിമിഷം ഭയങ്കര സംഭവമാണ്. നിങ്ങളൊന്ന് വന്നു നോക്കൊണ്ടു നിങ്ങളെ കുട്ടികളുടെ ജീവിത രീതികൾ മനസ്സിലാക്കാൻ. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ കുട്ടികളെ നിങ്ങളിങ്ങനെ വളർത്തുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് മൊബൈൽ അവർക്ക് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും അത് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടി ചോറ് തിന്നണമെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് മൊബൈൽ വേണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2-3 മാസം മുമ്പേ ഇവിടെ ആരോഗ്യ പ്രവർത്തകർ വന്നിട്ട് കുട്ടികളുടെ പരിശോധിക്കുകയുണ്ടായി. ഈ 100ാം വാർഷികത്തോടനുബന്ധിച്ച് ചെയ്ത പരിപാടികളിൽ ഒന്ന് അതായിരുന്നു, ആരോഗ്യമുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ. അവരുടെ പരിശോധനയിൽ നമുക്ക് തെളിഞ്ഞു കിട്ടിയത് എന്താണെന്നറിയോ? കുട്ടികളുടെ കാഴ്ചശക്തി വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. കുറേ കുട്ടികളുടെ കാഴ്ച കുറവാണ്. നിങ്ങൾ രക്ഷിതാക്കളത് സംരക്ഷിക്കാൻ നോക്കുക തന്നെ വേണം. മൊബൈലിൻ്റെ ആ റിയാക്ഷൻ ഉണ്ടല്ലോ, ഒരു 40-50 കിലോമീറ്റർ ദൂരത്ത് നിന്ന് അതിൻ്റെ റേഡിയേഷൻ എടുക്കുന്ന ആ സംവിധാനം കുട്ടിയുടെ കണ്ണിലൂടെയാണ് വന്ന് കയറുന്നത്. കുട്ടിൻ്റെ ഞരമ്പ് വീക്കാവും. പല കുട്ടികളും ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അത് പരിശോധിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിയാൻ പറ്റിയത്. ദയവ് ചെയ്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യരുത്. ഏതായാലും ഇത് ഇത്രയും നേരം എനിക്ക് പറയാനുള്ളത് പറഞ്ഞ് തീർത്ത് നിങ്ങൾ ശ്രദ്ധം കേട്ടതിൽ എൻ്റെ സംസാരം ശ്രവിച്ച നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നന്മ ചൊരിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. പാഠ്യേതര പ്രവർത്തനങ്ങളിൽ സ്കൂൾ തലത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്ന SRGയുടെ കൺവീനർ ശ്രീമതി ഷർഫുന്നിസ ടീച്ചറെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മുള്ളിയാകുറിശി AMLP സ്കൂൾ 2024-25 വർഷത്തെ പ്രവർത്തനങ്ങൾ. 2024 ജൂൺ 3 പ്രവേശനോത്സവത്തോടെ തുടക്കമായി. വാർഡ് മെമ്പർ ശ്രീമതി സാബിറ, PTA പ്രസിഡന്റ് ശ്രീ യൂസഫ് പാറയിൽ, MTA പ്രസിഡന്റ് ശ്രീമതി ആമിന, സ്കൂൾ മാനേജർ ശ്രീ അസീസ് മാസ്റ്റർ, ക്ലബ്ബ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ തുടക്കമായി. കുട്ടികളെ സ്വന്തം ഫോട്ടോ നെയിം കാർഡുകൾ അണിയിച്ച് സ്വീകരിച്ചു. വിവിധ ക്ലബ്ബുകളുടെ നേതൃത്വത്തിൽ വിവിധ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. മധുരപലഹാരങ്ങൾ വിതരണം നടത്തുകയുണ്ടായി. കുട്ടികളുടെ പഠന പുരോഗതിയും അക്കാദമികമായ ഉന്നത നിലവാരത്തിനുതകുന്ന തരത്തിലുള്ള വിവിധങ്ങളായ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും ഓരോ ക്ലബിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ നൽകി കുട്ടികളിലെ കഴിവും അഭിരുചിയും വളർത്തുന്നുണ്ട്. ശാസ്ത്ര ക്ലബിൻ്റെ നേതൃത്വത്തിൽ ലഘു പരീക്ഷണങ്ങളും ശാസ്ത്ര ക്വിസ് മത്സരങ്ങളും നടത്തുന്നു. ഇത് ശാസ്ത്രമേളയിലും പ്രവൃത്തി പരിചയമേളകളിലും പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ നേടുവാനും കുട്ടികളെ സഹായിക്കുന്നു. ഗണിത ക്ലബ്ബ് പ്രവർത്തനങ്ങൾ കുട്ടികളിലെ ഗണിതത്തോടുള്ള ഭയം മാറ്റി ഗണിതം മധുരമാക്കുന്ന രീതിയിലേക്ക് വളർത്തിയെടുക്കാൻ സഹായിക്കുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദി കുട്ടികളിലെ സർഗാത്മകമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിനുള്ള വേദിയായി മാറുന്നു. കുട്ടികളിലെ വായനാശീലം വളർത്തുന്നതിനായി ഒരു തുറന്ന ലൈബ്രറി തന്നെ ഓരോ ക്ലാസ്സിലും ഒരുക്കിയിരിക്കുന്നു. ഹരിത ക്ലബ്ബ് പ്രവർത്തനങ്ങൾ ഈ വർഷം വളരെ നല്ല രീതിയിൽ നടപ്പിലാക്കി വരുന്നു. പഞ്ചായത്തിൻ്റെ പ്ലാസ്റ്റിക് വിരുദ്ധ ക്യാമ്പസ് എന്ന പ്രവർത്തനം നമ്മുടെ വിദ്യാലയം ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായി സ്കൂളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും മറ്റു പ്രത്യേകം പിന്നുകളിലായി നിക്ഷേപിക്കുകയും ഈ പ്രവർത്തനങ്ങൾ എല്ലാ കുട്ടികളും ഏറ്റെടുക്കുകയും പരിസര ശുചിത്വത്തിൽ പങ്കാളികളാവാനും സഹായിക്കുന്നു. JRC കബ്ബ് ബുൾബുൾ പ്രവർത്തനങ്ങൾ സജീവമായി നടപ്പാക്കുന്ന വിദ്യാലയമാണ് നമ്മുടേത്. JRC കുട്ടികൾ സ്കൂളിലെ പ്രവർത്തനങ്ങൾക്കു പുറമെ സബ് ജില്ലാ തലത്തിലും പരിപാടികളിൽ പങ്കെടുക്കുന്നു. സ്കൗട്ടിൻ്റെ പ്രൈമറി വിഭാഗമായ കബ്ബിൻ്റെ നേതൃത്വത്തിൽ ചിട്ടയായ പരിശീലനങ്ങൾ നടത്തിവരുന്നു. ഇതിൻ്റെ ഫലമായി ദേശീയ അംഗീകാരമായി ലഭിക്കുന്ന ഗോൾഡൻ ആരോ, സംസ്ഥാന അംഗീകാരമായ ചതുർത്ഥ ചരൺ തുടങ്ങിയ അവാർഡുകൾ നേടാൻ നമ്മുടെ വിദ്യാലയത്തിനും വിദ്യാർത്ഥികൾക്കും സാധ്യമായി എന്നതിൽ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. ശാസ്ത്രമേള, കലാമേള, കായികമേള, അറബിക് കലാമേള എന്നിവയിൽ നമ്മുടെ കുട്ടികൾ മികവാർന്ന വിജയം കരസ്ഥമാക്കി ഈ വർഷവും മുന്നിട്ട് നിൽക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളിലെ അഭിരുചികൾ കണ്ടെത്താനും അവയ്ക്ക് ഉതകുന്ന തരത്തിൽ കലാകായിക പ്രവർത്തനങ്ങളും സ്കോളർഷിപ്പ് പരിശീലനങ്ങളും നൽകി വരുവാനും ശ്രമിക്കുന്നു. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഠനയാത്രകളും
വ്യത്യസ്ത ആഘോഷങ്ങൾ സംഘടിപ്പിക്കുകയും കുട്ടികളെ അതിൻ്റെ മൂല്യങ്ങളും ആശയങ്ങളും മനസ്സിലാക്കുവാനും സാധിച്ചിട്ടുണ്ട്. ഉച്ചഭക്ഷണ പദ്ധതി നമ്മുടെ സ്കൂളിലും വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഇനിയും വളരെയധികം പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിന് നടത്താനുണ്ട്. അവ പൂർവാധികം ശക്തിയോടെ നടത്താൻ ശ്രമിക്കും. അതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ അറിയപ്പെടുന്ന പഞ്ചായത്തായി ഉയർത്തുകയും എല്ലാ മേഖലകളിലും ഉന്നതിയിലെത്താൻ പ്രവർത്തിക്കുകയും ചെയ്യുന്ന കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ചാലിയത്തൊടിയെ മുള്ളിയാവൂർ CMLP സ്കൂളിൻ്റെ 101ാം വാർഷികത്തിൻ്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ യൂസഫർ അവർ, വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട്, ഗ്രാമപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മാത്യു, നമ്മുടെ വാർഡ് മെമ്പർമാരായിട്ടുള്ള ഷാബ്ര കുളമ്പിൽ, സലാം മാഷ്, നമ്മുടെ വേദിയിലേക്ക് സ്വാഗതം അർപ്പിച്ച നമ്മുടെ സ്കൂളിൻ്റെ HM രാജമാഷ് ഉൾപ്പെടെ എല്ലാ അധ്യാപകരെ, വേദിയിൽ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയേണ്ടതാണ്. നമ്മുടെ വിശിഷ്ട അതിഥികളായിട്ടുള്ള ഇന്നത്തെ പ്രത്യേക നമ്മുടെ ജയ ടീച്ചറും, അതുപോലെ സുലീഖ അവർകൾ, അതുപോലെ നമ്മളെ UP സ്കൂളിലെ HM ഉണ്ട്, മുഹമ്മദ് അലിയാക്ക ഉണ്ട്, നമ്മൾ സമതാക്ക ഉണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല. മാനേജർമാരായിട്ടുള്ള അസീസ് മാഷ്, അതുപോലെ അമീദാക്ക ഉൾപ്പെടെ എല്ലാ ബഹുമാന്യരെ, വിശിഷ്ട വ്യക്തികളെ, പ്രിയമുള്ള രക്ഷിതാക്കളെ, കുട്ടികളെ, എല്ലാ പ്രിയമുള്ളവരെ, നമ്മുടെ മുള്ളിയാവൂർ AMLP സ്കൂളിൻ്റെ 101ാം വാർഷികാഘോഷവും നമ്മുടെ ജയ ടീച്ചറുടെയും അതുപോലെ നമ്മുടെ സുലീഖ അവരുടെയും യാത്രയപ്പ് സമ്മേളനവും നടക്കുന്ന ഒരു പൊതുസമ്മേളനത്തിലാണ് നമ്മൾ കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഓർക്കുക, നമ്മൾ സലാം മാഷ് പറയുന്ന ചെയ്തു, ഇതാണ് മുള്ളിയാവൂർ. അതായത് നിങ്ങളുടെ ഈ ഒരുമ, ഈ കൂട്ടായ്മ, ഇത് ഇങ്ങനെ കണ്ടപ്പോൾ വളരെയേറെ സന്തോഷം തോന്നി. നമ്മുടെ ഈ വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഈ ഇരിക്കുന്നതെല്ലാം. അപ്പോൾ ഇവിടെ പഠിക്കുന്ന ഈ കുട്ടികൾക്ക് ഇവിടെ റിപ്പോർട്ട് വായനയിൽ ശ്രദ്ധിച്ചു ഒരുപാട് അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. പഠനത്തോടൊപ്പം കുട്ടികളുടെ എല്ലാ കഴിവുകളുടെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് നല്ല വിജയം നേടിയെടുക്കാനൊക്കെ സാധിക്കാൻ നിങ്ങളും അതുപോലെ അധ്യാപകരൊക്കെ മുന്നോട്ട് വന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള നേട്ടങ്ങളൊക്കെ നമുക്ക് നേടാൻ സാധിച്ചത്. ഇവിടെ മാലിന്യ സംസ്കരണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. നമ്മുടെ പഞ്ചായത്ത് എല്ലാ വിദ്യാലയവും മാലിന്യ വിമുക്ത വിദ്യാലയമാക്കിയിട്ടുണ്ട്. അത് അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തരും, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അതോടൊപ്പം നിങ്ങൾ രക്ഷിതാക്കളും നമ്മുടെ നാടിനെ മാലിന്യം ഇല്ലാതാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് പ്രവർത്തിച്ചെങ്കിലേ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തിയെന്ന്. എല്ലാ കുട്ടികൾക്കും ഒരുപോലുള്ള കഴിവുകളുണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ LSS നേടി, കുറച്ച് കുട്ടികൾ നേടി. പക്ഷേ അത് വിചാരിച്ചിട്ട് മറ്റേ കുട്ടികളെ നിങ്ങൾക്ക് അവരെ പറഞ്ഞുകൊണ്ട് വിഷമിപ്പിക്കാൻ പാടില്ല. നിങ്ങൾ ആ കുട്ടികളെ കണ്ട് പഠിക്കണം. എനിക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു അനുഭവം. കാരണം ഞാൻ എൻ്റെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവരെ കുട്ടികളെ കൊണ്ട് ആ കുട്ടികൾ അങ്ങനെ പഠിച്ചു, അവർ നല്ല പന്തളിക്കൊന്നും പോകുന്നില്ല, അവർ എപ്പോഴും വായനയിലാണ്, അങ്ങനെ നല്ല മാർക്ക് വാങ്ങുന്നു. 2 പേരുണ്ടെങ്കിൽ 2 പേരും വ്യത്യസ്ത മക്കളാണ്. ഒരാൾ നല്ല പഠിക്കും, ഒരാൾ കളിക്കാനും വിടും.
എടുക്കണം, അങ്ങനെയായിരുന്നു നമ്മൾ. അത് വിചാരിച്ചിട്ട് മറ്റുള്ള കുട്ടികളെ ഇന്ന വീട്ടിലെ കുട്ടീനെ കണ്ടുപഠിക്കുക അങ്ങനെ നമുക്ക് പറയാൻ പാടില്ല. അതൊക്കെ കുറേ കഴിഞ്ഞിട്ടാണ് നമുക്ക് അങ്ങനെയുള്ളൊരു ബോധമൊക്കെ നമുക്ക് വരുന്നത്. ഞാൻ എൻ്റെ കുട്ടികൾ പോയിരുന്ന സമയത്ത് എനിക്ക് മറ്റുള്ള കുട്ടികളെ കണ്ടു പഠിക്കുക എന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പറയുന്നു, എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയുന്നത് എന്താണ്, ആ കുട്ടികളെ കണ്ടു പഠിക്കുക എന്നല്ല. നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ചില കുട്ടികൾക്ക് ക്ലാസ്സിൽ കേട്ടാൽ തന്നെ പിന്നെ എന്ത് പറയുന്നോ അത് ശരിക്ക് ഓർമ്മയിൽ നിൽക്കും. ചില കുട്ടികൾക്ക് അതേ സമയം ഒരുപാട് സമയം വായിച്ചാലും അത് ഓർമ്മയിൽ നിൽക്കില്ല. പക്ഷേ അവർക്ക് മറ്റ് വേറെ എന്തെങ്കിലും കഴിവുണ്ടാവും. ആ കഴിവ് എന്താണോ അത് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ നമുക്ക് മനസ്സിലാക്കി അവരെ പ്രോത്സാഹിപ്പിച്ച് അതൊരു നല്ല രീതിക്ക് വളർത്തിയെടുക്കാൻ സാധിക്കണം. അതൊരു ഏത് കോഴ്സാണെങ്കിലും അതുപോലെ മറ്റു കലാരംഗത്തോ കായികരംഗത്തോ ഒക്കെ ആണെങ്കിലും അത് വളർത്തി കൊണ്ടുവരാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം എന്നാണ് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നത്. ഇപ്പോൾ എല്ലായിടത്തും ഓടിക്കൊണ്ടിരിക്കുക. വാട്സപ്പിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ, ജുമാന മറിയം, അത് ഒരു സാധാ കുടുംബത്തിൽ പഠിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇപ്പം ഒന്ന് പൈലറ്റായി മാറി. അപ്പോൾ അതിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹത്തെ അവരുടെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിച്ച് അതിനെ പൈലറ്റാക്കി മാറി. അതുപോലെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും. ആ കഴിവ് കണ്ടെത്തി അവരേക്ക് പ്രോത്സാഹിപ്പിച്ച് അവരെ നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ മാനേജ്മെൻറ്റ് ഇവിടെ ഈ മുള്ളയാർഷി പ്രദേശത്ത് ഇങ്ങനെ നല്ലൊരു വിദ്യാലയം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന മാനേജ്മെൻറ്റിനെയും അതുപോലെ നമ്മുടെ അധ്യാപകരെയും ഒക്കെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ യാത്ര പറഞ്ഞ് പോകുന്ന നമ്മുടെ ടീച്ചർ ജയ ടീച്ചർ വളരെ ഒരുപാട് വർഷക്കാലം നിങ്ങൾക്ക് നല്ല അറിവ്, നമ്മുടെ കുട്ടികൾക്ക് നല്ല അറിവുകൾ നേടിത്തന്നിട്ടാണ് അവർ പോകുന്നത്. നല്ല നല്ല അറിവുകൾ നമ്മുടെ ഈ കുട്ടികളുടെ ജീവിതത്തിൽ പകർത്താൻ അവർക്ക് കഴിയട്ടെ എന്നും അവർ എവിടുന്ന് കണ്ടാലും നമ്മൾ ഈ ഗുരുനാഥന്മാരെ എവിടെ വെച്ച് കണ്ടാലും അതിൻ്റെ ഒരു ബഹുമാനം അവർക്ക് ഉണ്ടാവണം എന്നുള്ളത് ഈ ടീച്ചർമാർ പറഞ്ഞു കൊടുത്താലും നമ്മുടെ രക്ഷിതാക്കളും കൂടിയും പറഞ്ഞു കൊടുത്തുകൊണ്ട് അവർ എന്നും ആ ബഹുമാനത്തോടെ കാണാൻ കഴിയണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സുലൈഖ പാചകം ചെയ്യുന്ന സുലൈഖ അവർ പാചകം ചെയ്യാൻ മാത്രമല്ല, ഇന്ന് ഇവിടെ ഞങ്ങളും ഭക്ഷണം ഇവിടെ നിന്നാണ് കഴിച്ചത്. അവർ ഭംഗിയായിട്ട് ഊട്ടാനും വളരെ മിടുക്കിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. വളരെ സന്തോഷം, നല്ല സന്തോഷത്തോടെ ഞങ്ങളും ഭക്ഷണമൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമ്മൾക്ക് കൂടുതലായി ഒന്നും തന്നെ സംസാരിക്കുന്നില്ല. ഈ വേദിയിൽ ഒരുപാട് നമുക്ക് സംസാരിക്കാനുണ്ട്. എല്ലാവരെയും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. നമ്മുടെ ഈ AMLP സ്കൂളിൻ്റെ വാർഷികാഘോഷവും നമ്മുടെ യാത്രയപ്പ് ഈ ചടങ്ങും പിന്നെ നമ്മുടെ MLA ലത്തീഫ് സാഹിബായിരുന്നു ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. പക്ഷേ അവർക്ക് എത്താൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നമ്മുടെ ടീച്ചർക്കും അവർക്കുമൊക്കെ ഇനിയും ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തത് ഉപഹാര സമർപ്പണമാണ്. ഈ വർഷം സ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ശ്രീമതി VP ജയ ടീച്ചർക്കും ശ്രീമതി സുലയ്ക്കുമുള്ള ഉപഹാരങ്ങളാണ് സമർപ്പിക്കുന്നത്. ആദ്യമായി ശ്രീ VP ജയയ്ക്ക് ഉപഹാരം സമർപ്പിക്കുന്നു. പെരിന്തൽമണ്ണ പ്രസിഡൻഷ്യൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിയും ശേഷം ഒറ്റപ്പാലം NSS കോളേജിൽ നിന്ന് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ശേഷം ഇംഗ്ലീഷ് B.Edഉം പാസ്സായതിനു ശേഷം 1995 ഈ സ്കൂളിൽ അധ്യാപികയായി പ്രവേശിച്ചു. കലാപ്രവർത്തനങ്ങളിൽ, ശാസ്ത്രമേളയിൽ, പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഈ സ്കൂളിനെ സബ് ജില്ലാതലത്തിലും ജില്ലാതലത്തിലും നിരവധി തവണ ഒന്നാം സ്ഥാനത്തെത്തിക്കാൻ പ്രധാന പങ്ക് വഹിച്ചു. ഏകദേശം 30ഓളം വർഷം ഈ സ്കൂളിൽ അധ്യാപികയായി സേവനം. തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ഈ സ്കൂളിന് നൽകിയ ശേഷം 3 വർഷം ബാക്കിയിരിക്കെ പടിയിറക്കം. ഒരുപാട് ശിഷ്യഗണങ്ങൾ അറിവിൻ്റെ ആദ്യാക്ഷരങ്ങൾ പൂർണ്ണത പകർന്നു നൽകിയ ഈ അധ്യാപികയെ ഓർക്കുമ്പോൾ കാലത്തിൻ്റെ പ്രവാഹത്തിൽ ഓർമ്മിക്കാൻ ഈ സ്കൂളും നാടും സഹപ്രവർത്തകരും ഉണ്ടാകും.
ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയ്ക്ക് ഈ സ്കൂളിൻ്റെ സ്നേഹോപകാരം ഹെഡ് മാസ്റ്ററും PTA പ്രസിഡന്റും ചേർന്ന് നൽകുന്നു. അടുത്തത് PTA വേണ്ടി ശ്രീ യൂസഫ് പാറയിൽ, ഹെഡ് മാസ്റ്റർ എല്ലാവരും ചേർന്ന് നൽകുന്നു. ക്ലബ്ബ് ഭാരവാഹികൾ ഉപഹാരം നൽകുന്നവരെ ഉണ്ടെങ്കിൽ ദയവായി ഇവിടെ എത്തിച്ചേരേണ്ടതാണ്. ഗോൾഡൻ ബോയ്സ് കൊടിമരം, ഡിഫൻസ് ക്ലബ്ബ് ഭാരവാഹികൾ, ഡിഫൻസ്, LSC ക്ലബ്ബ്, LSC, LSC ക്ലബ്ബ്, മാനുഷാദ വായനശാല ആൻഡ് ക്ലബ് കോക്കാട്, സെക്യുലർ ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീ സെയ്ദ് അലി പയ്യനാടിനും സമതാക്കും ചേർന്ന് നൽകുന്നു. ഡിഫൻസ് ക്ലബ്ബ്, സെക്യുലർ ചാരിറ്റബിൾ ട്രസ്റ്റ്, FC ക്ലബ്ബ് ശ്രീ സൈനുൽ ആബിദ്, ഗോൾഡൻ ബോയ്സ് കൊടിമരം, ഗോൾഡൻ ബോയ്സ് കൊടിമരം, അടുത്തത് ശ്രീമതി സുലീഖ മുളിയാവൂർ CMLP സ്കൂളിൽ 28 വർഷങ്ങളായി ആത്മാർത്ഥമായി സേവനം ചെയ്യുന്നു. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ ഓരോ കുട്ടികളും ഇവിടെ ജോലി ചെയ്ത അധ്യാപകരും രക്ഷിതാക്കളും മറക്കാത്തൊരു പേരാണ് സുലീഖ താത്ത. ഓരോ ദിവസവും വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി നൽകുക എന്നത് വലിയൊരു സമർപ്പണം തന്നെയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമായി ഞങ്ങളോടൊപ്പം നിന്ന് ഈ സ്കൂളിൽ നിന്ന് പിരിയുന്ന ശ്രീമതി സുലീഖ താത്തയ്ക്ക്
ഈ സ്കൂളിൻ്റെ സ്നേഹോപഹാരം ഹെഡ് മാസ്റ്ററും PTA പ്രസിഡന്റും ചേർന്ന് നൽകുന്നു, മാനേജറും ചേർന്ന് നൽകുന്നു. LSC ക്ലബിൻ്റെ സ്നേഹോപഹാരം. സെക്യുലർ ചാരിറ്റബിൾ ട്രസ്റ്റ് മുള്ളിയാവുർശി. ഗോൾഡൻ ബോയ്സ് കൊടിമരം. ഗോൾഡൻ ബോയ്സ് കൊടിമരം. മാനിഷാദ ക്ലബ് കോക്കാട്. FC ക്ലബിൻ്റെ ഒരു സ്നേഹ ആദരവ്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ദേശീയ തലത്തിൽ ഗോൾഡൻ ആരോ അവാർഡ് നേടിയ കുട്ടികൾക്ക് ഉള്ള അവാർഡ് നൽകുന്നു. നിവേദ്, തേജസ് കൃഷ്ണ ആൻഡ് ശ്രീനന്ദ് എന്നിവർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജമീല ചാലിയത്തോടി അവാർഡുകൾ നൽകുന്നു. അടുത്തത് ക്ലാസ് ടോപ്പേഴ്സ് LKG എയ്സ MT ആൻഡ് ഹംദ ഫാത്തിമ LKG, UKG ഫാത്തിമ സൻവ അബ്ദുല്ല CK. LKG UKG വിഭാഗത്തിന് നൽകുന്നത് ശ്രീ അസീസ് പട്ടിക്കാട്. എയ്സ MT ഹംദ ഫാത്തിമ. UKG വിഭാഗത്തിന് ഫാത്തിമ സൻവ അബ്ദുല്ല CT. ഒന്നാം ക്ലാസ്സിലെ അബ്ദുൽ ഹാദി A, നജ ഫാത്തിമ. രണ്ടാം ക്ലാസ് കെൻസ നവാസ് അൽമ ഫാത്തിമ. മൂന്നാം ക്ലാസ് ആയിഷ സിയ തൻഹ K. നാലാം ക്ലാസ് അലിഷ്ബ AP ആൻഡ് അഷ്ഫീന P എന്നീ കുട്ടികൾ ഇവിടെ എത്തിച്ചേരുക.
അടുത്തത് ട്രോഫികൾ നൽകുന്നത് ശ്രീമതി ബിന്ദു മാത്യു. അടുത്തത് ട്രോഫി നൽകുന്നത് സാബിറ കൊളമ്പിൽ. അടുത്തത് സലാം മാഷ് കൊടുക്കുന്നു. വാർഡ് മെമ്പർ സലാം മാഷ്. അടുത്ത യു പി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ സലാം മാഷ്. അടുത്തത് പ്രകൃതി സംരക്ഷണത്തിനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനും മെച്ചപ്പെട്ട രീതിയിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ നൽകുന്ന വനമിത്ര അവാർഡ് ലഭിച്ച ശ്രീ അബ്ദുൽ സമദ് അവറുകളെ ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. നൽകുന്നത് ശ്രീമതി ജമീല ചാലിയത്തൊടി, കിഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാവരും നല്ല കയ്യടി കൊടുക്കട്ടോ. അടുത്തത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ PTA പ്രസിഡന്റ്, തുടർച്ചയായി 3 വർഷം PTA അമരക്കാരനായി മികച്ച സേവനം കാഴ്ചവെച്ച ശ്രീ യൂസഫ് പാറയിലിന് നമ്മുടെ സ്കൂളിൻ്റെ സ്നേഹോപഹാരം നൽകുന്നു. നൽകുന്നത് ശ്രീ അസീസ് പട്ടിക്കാട്. പെയിൻ ആൻഡ് പാലിയേറ്റീവ്, നമ്മുടെ പട്ടിക്കാട് ചുങ്കത്ത് ഈ നാടിൻ്റെ സ്വാന്തനമായി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഓരോ വീടുകളിലും ചെന്ന് പിരിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എല്ലാ കുട്ടികൾക്കും അവർക്ക് വേണ്ടതായ തുക നൽകി സന്തോഷിപ്പിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഇത് സമർപ്പിക്കുകയാണ്. ഇവിടെ ഞങ്ങളെ കുട്ടികൾ എല്ലാ വീടുകളിലും പോയി ശേഖരിച്ച 28,520 രൂപ നമ്മുടെ പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ചുമതല വഹിക്കുന്ന MT മുഹമ്മദ് അലി അവർക്ക് ഈ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററും ആ ക്യാഷ് ഇപ്പോൾ നൽകുകയാണ്.
താങ്ക് യു. ഇനി നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ തുടർന്നു. കീഴാറ്റൂർ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച പഞ്ചായത്തായി മുന്നോട്ട് പ്രവർത്തിക്കുമ്പോൾ അതോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീ അസീസ് പട്ടിക്കാട്, ബ്ലോക്ക് പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ആത്മാർത്ഥമായി പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്ന ശ്രീ അസീസ് പട്ടിക്കാടിനെ ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അഭിവന്ദനായ നമ്മുടെ ഈ കലാലയത്തിൻ്റെ 101-ാം വാർഷിക സമ്മേളനത്തിൻ്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന പ്രിയങ്കരനായ PTA പ്രസിഡന്റ് യൂസുഫ് സാഹിബ് പാറയിൽ, നമ്മുടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ച അഭിവന്യയായ കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രഗത്ഭയായ പ്രസിഡന്റ് ജമീല ചാലിയത്തൊടി, ഇന്നത്തെ നമ്മുടെ മുഖ്യ അതിഥി 3 പതിറ്റാണ്ട് കാലമായി ഈ കലാലയത്തിൻ്റെ സ്പന്ദനങ്ങളിൽ നമ്മോടൊപ്പം നിലകൊണ്ട് ഈ കലാലയത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച, നമ്മോട് ഈ കലാലയത്തോട് വിട പറയുന്ന പ്രിയങ്കരിയായ ജയ ടീച്ചർ, അതുപോലെ തന്നെ പ്രിയങ്കരിയായ സുലൈഖ താത്ത, കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പ്രഗത്ഭയായ അധ്യക്ഷ ബിന്ദു മാത്യു, 12-ാം വാർഡിൻ്റെ പ്രിയങ്കരിയായ മെമ്പർ സാബിറ കൊളമ്പിൽ, 13-ാം വാർഡിൻ്റെ പ്രിയങ്കരനായ ജനസാരഥി സലാം മാസ്റ്റർ, പ്രിയങ്കരനായ ഈ കലാലയത്തിൻ്റെ HM എൻ്റെ സുഹൃത്തുമായ രാജഗോപാൽ മാസ്റ്റർ, ഈ കലാലയത്തിൻ്റെ പ്രിയപ്പെട്ട മാനേജർ അഭിവന്യനായ KV ഹമീദ് സാഹിബ്, KV യൂസുഫ് മാസ്റ്റർ, ഈ വേദിയിൽ അണിനിരന്നിട്ടുള്ള പ്രിയങ്കരനായ UP സ്കൂളിൻ്റെ HM മുഹമ്മദ് അസ്ലം മാസ്റ്റർ, പാലിയേറ്റീവ് രംഗത്ത് ഈ നാടിന് മാത്രമല്ല നമ്മുടെ പരിസര പ്രദേശത്തും നമ്മോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പാലിയേറ്റീവിൻ്റെ പ്രിയങ്കരനായ MT മുഹമ്മദ് സാഹിബ്, പ്രിയങ്കരനായ സുഹൃത്തും മുൻ മെമ്പറുമായ ഉസ്മാൻ കൊമ്പൻ, പ്രിയപ്പെട്ട കുഞ്ഞി മുഹമ്മദ് എന്ന വാപ്പു, പ്രിയങ്കരനായ MT റഷീദ് സാഹിബ്, പ്രിയപ്പെട്ട PTA ഉപാധ്യക്ഷൻ കുഞ്ഞഹമ്മദ് KV, പ്രിയപ്പെട്ട MTA പ്രസിഡന്റ് ആമിന, പ്രിയപ്പെട്ട ഷഫീഖ് മാസ്റ്റർ, സ്കൂൾ ലീഡർ അഷ്ഫീന, മുഹമ്മദ് അലി KV, മുഹമ്മദ് അലി P, CT നാസർ, ബാലസുബ്രഹ്മണ്യൻ, അസൈനാർ, അൻവർ സാത്ത്, ധീരജ്, റസാഖ്, ജയപ്രകാശ് മാഷ് അടക്കമുള്ള, അതിലുപരി അവാർഡ് ജേതാവ് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ നാടുകളിൽ, നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ച് ഇന്ന് അവാർഡിന് അർഹനായ പ്രിയങ്കരനായ നമ്മുടെ സമദ് സാഹിബ് അടക്കമുള്ള അധ്യാപിക പ്രതിനിധികളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ പരിപാടി ശ്രവിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ മുതൽ ഇവിടെ എത്തിയ ഈ നാട്ടിലെ ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, 1 നൂറ്റാണ്ട് കാലം കഴിഞ്ഞ് ഈ നാടിൻ്റെ വികസന പാതയിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക്, അതല്ലെങ്കിൽ നമുക്കൊക്കെ അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നു നൽകി ഇന്ന് നാടിൻ്റെ പെരുമയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ കലാലയത്തിൻ്റെ വാർഷികം വലിയ തോതിലാണ്, നിങ്ങളതൊരാഘോഷ രൂപത്തിലാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ഈ രക്ഷിതാക്കളുടെ ബാഹുല്യം എനിക്ക് മനസ്സിലാകുന്നു. ഈ നാടെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുമുള്ള വിഷയങ്ങളിൽ
സമയബന്ധിതമായി ഇടപെടുകയും ഈ നാടിന് ഏതെല്ലാം തലങ്ങളിൽ കാര്യങ്ങൾ നേടാനുണ്ടോ അതൊക്കെ നേടാൻ പ്രാപ്തമായ ഒരു സമൂഹത്തെ വളർത്തിയെടുത്തൊരു നാടാണ് ഈ മുള്ളിയാകുറിശി പ്രദേശം. ഈ നാടെന്ന് പറയുന്നത് വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ഒരു പ്രകാശ ഗോപുരമാണ് മുള്ളിയാകുറിശി. യൂണിവേഴ്സിറ്റികളും അറബിക് കോളേജുകളും അടക്കമുള്ള ഉന്നത കലാലയങ്ങളടക്കം അതുമുതൽ LP സ്കൂൾ വരെയുള്ള കലാലയങ്ങൾ ഈ നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മഹിതമായ പാരമ്പര്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ് മുള്ളിയാകുറിശി എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. ഈ നാട്ടിലെ ആളുകൾ ഈ നാടിന് വേണ്ടി മാത്രമല്ല, ഈ പരിസര പ്രദേശത്തുള്ള നമ്മുടെ പഞ്ചായത്തിലടക്കം അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രവർത്തനങ്ങളാണ് ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ വികസനോത്മകമായ പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കലാലയത്തിൽ നിന്ന് തുടങ്ങി നമ്മളിന്ന് യൂണിവേഴ്സിറ്റികളോളം വളർന്ന് ഈ നാട്ടിൽ നിന്ന് ഒരുപാട് പ്രതിഭാധനരായ ആളുകളെ വാർത്തെടുത്ത, അതിൻ്റെ തുടക്കമിട്ട, അതിന് വിത്തുപാകിയ ഒരു കലാലയമാണ് ഈ കലാലയമെന്ന് നമുക്കേവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലേറെ ഉയർച്ചയിൽ ഈ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസപരമായി നമ്മൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ രക്ഷിതാക്കൾ വന്നുകൊണ്ട് നമ്മുടെ കുട്ടിയെ പഠനത്തെക്കുറിച്ചും നമ്മുടെ കുട്ടിയുടെ പാഠ്യേതര വിഷയങ്ങളിലും വലിയ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ ഒരു മാസമായി കീഴാറ്റൂർ പഞ്ചായത്തിലെയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെയും ഒരുപാട് കലാലയങ്ങളുടെ വാർഷിക പരിപാടികൾ ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. തിങ്ങി നിറഞ്ഞ സദസ്സാണ് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ, നമ്മുടെ ജീവനായ നമുക്ക് തുല്യമായി, അവർക്ക് തുല്യമായി ഒന്നുമില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ സമയം നമ്മൾ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. നമ്മുടെ പ്രതീക്ഷയാണവർ. അവർക്ക് വേണ്ടിയാണ് കെടാപാട് വിട്ടുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് വരെ അധ്വാനം ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികളെ പഠനത്തോടൊപ്പം പഠിപ്പിച്ചുകൊണ്ട് ഉന്നത നിലവാരത്തിലേക്ക് ആനയിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളൊക്കെ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് രക്ഷിതാക്കൾക്ക് വലിയ ചുമതലയാണ് ഈ വിഷയത്തിലുള്ളത്. നമ്മുടെ കുട്ടികളെ അധ്യാപകർ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും അവരെ പഠിപ്പിക്കുന്ന വിഷയത്തിൽ മാത്രമല്ല, അവരുടെ ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ കർമ്മോത്സുകരായി രംഗത്തിറങ്ങുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, ഇന്ന് മലപ്പുറം ജില്ല എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ ഫ്ലൈറ്റ് പറത്തുക മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികൾ ഇവിടെ നക്ഷത്രത്തെ കണ്ടുപിടിക്കുന്നു. മലപ്പുറം ജില്ലയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇന്ന് ആന്ധ്രയിൽ കളക്ടറായി ജോലി ചെയ്യുന്നു. അങ്ങനെ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ പിന്നോക്കമായിരുന്ന നമ്മുടെ നാട് ഇന്ന് ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന രൂപത്തിൽ നമ്മുടെ മലപ്പുറം ജില്ല വളർന്നു പോയിട്ടുണ്ട്. വിദ്യാഭ്യാസപരമായി ഉയർച്ചയുണ്ടാകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള സമൂഹത്തിന് വേണ്ടി, അങ്ങനെയുള്ള നാടിന് വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. നമ്മുടെ കുട്ടികൾ ഉന്നത ശ്രേണിയിലെത്തുമ്പോൾ, ഇവിടെ ദേശീയ അവാർഡ് അടക്കം സ്കൗട്ടിൽ നേടുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. എൻ്റെ കുട്ടിയാണ് അത് നേടിയിട്ടുള്ളത്, എൻ്റെ കുട്ടിയെ കൊണ്ടെങ്കിലും എനിക്ക് അഭിമാനമായ ഒരു അസ്തിത്വം എനിക്കുണ്ടായി എന്ന് രക്ഷിതാക്കളെ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ലോകത്തിൻ്റെ നെറുകയിലേക്ക് ഇന്ന് നമ്മൾ വിരാജിക്കുകയാണ്. ഈ വിദ്യാഭ്യാസമാണ് അതിൻ്റെയൊക്കെ കാരണം. ഉന്നത വിദ്യാഭ്യാസ രംഗം അത് IAS ആയാലും IPS ആയാലും എഞ്ചിനീയറിംഗ് ആയാലും മെഡിസിൻ ആയാലും ഇന്ന് നമ്മുടെ മൂക്കിന് താഴെ നമുക്കുണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നാം പറന്നെത്തിയിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ അന്യമായിരുന്ന നമുക്ക് ഇന്ന് നമ്മുടെ വിരൽത്തുമ്പിലേക്ക് ഈ വിദ്യാഭ്യാസ സംവിധാനങ്ങളൊക്കെ നമ്മുടെ വിരൽത്തുമ്പിലെത്തുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമായി നമ്മുടെ മുൻഗാമികൾ നമുക്ക് നേടിത്തന്നതാണ്. നമ്മുടെ ഈ നാട് എങ്ങനെ മുന്നോട്ട് നീങ്ങിയാലും വികസന വിഷയങ്ങളിൽ, അത് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും പൊതുമേഖലയിലൊക്കെ നമ്മൾ മുന്നേറ്റം നയിക്കുന്നത് നിങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ അവരുടെ
കർത്തവ്യം നിർവഹിക്കുമ്പോൾ മാത്രമാണ് ആ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് 101-ാം വാർഷികത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. ഈ കലാലയമാണ് ഈ നാടിൻ്റെ അഭിമാന സ്തംഭനമായി നിൽക്കുന്നത്. ഈ കലാലയത്തിൽ നിന്നാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വന്ന് വിദ്യ പഠിച്ച് ഉന്നത കലാലയങ്ങളിൽ പോയി ഉന്നത ഡിഗ്രികൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവരുടെ വിജയത്തിന് വേണ്ടി അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു നല്ല സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീ ജനങ്ങൾ, നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് വെറും അടുക്കളയുടെ അകത്തു നിന്നുകൊണ്ടുള്ള ഒരു ജോലി മാത്രമാകല്ലേ. ഈ നാടിൻ്റെ വികസന പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, ഈ നാടിൻ്റെ ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിലൊക്കെ ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോൾ ഈ നാടിന് ഉയർച്ചയുണ്ടാവും. ഈ നാടിന് ഉയർച്ചയുമ്പോൾ അതുപോലെ നമുക്കും ഉയർച്ചയുണ്ടാവും. അങ്ങനെയാണ് ഈ മുള്ളിയാവൃഷിയിൽ പല രൂപത്തിൽ നമ്മൾ വ്യവസായ രംഗത്ത്, ചെറുകിട കാര്യങ്ങളിലൊക്കെ, വിദ്യാഭ്യാസ രംഗത്ത്, ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തൊക്കെ 1 കോടി രൂപ നിങ്ങൾക്ക് വേണ്ടി, കിഴാറ്റൂർ പഞ്ചായത്തിലെ ഈ 2 വാർഡിൽ മാത്രമാണ് 1 കോടി രൂപ നമ്മൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ചത്. നിങ്ങളുടെയൊക്കെ വീടിൽ അതിൻ്റെയൊക്കെ ഉപകാരം എത്തിയിട്ടുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് വികസനത്തിൻ്റെ കാര്യത്തിൽ അത് ഏതു മേഖലയിലായാലും വിട്ടുവീഴ്ചയില്ലാത്ത പ്രവർത്തനമാണ് ഇവിടെ ത്രിതല പഞ്ചായത്തുകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് എയ്ഡഡ് കലാലയമായതുകൊണ്ട് കൂടുതൽ ഫണ്ടുകൾ ഞങ്ങൾക്ക് നൽകാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിയമത്തിൻ്റെ തടസ്സം മാത്രമാണുള്ളത്. അതിലപ്പുറം ഈ നാടിന് വേണ്ടി കൈകോർക്കുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ സഹകരിക്കുന്ന നിങ്ങളോടുള്ള നിസ്സീമമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നിങ്ങളൊക്കെ സ്വന്തം കാലിൽ നിലനിൽക്കാൻ തയ്യാറായിരിക്കുകയാണ്. മുള്ളിയാവൃഷി സംരംഭം കൊണ്ടൊക്കെ ഈ നാടിൻ്റെ ഒരുപാട് വികസന വിഷയങ്ങളിൽ സ്ത്രീ സമൂഹമാണ് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിലനിൽക്ക് നിങ്ങൾ ഭദ്രമാക്കിയാൽ നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ ഈ നാടിൻ്റെ വികസന വിഷയങ്ങളിലും ഈ നാടിൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കും. ഞാൻ എൻ്റെ ഭാഷണം ചുരുക്കുകയാണ്. പ്രിയങ്കരിയായ നമ്മുടെ ജയ ടീച്ചർ 3 പതിറ്റാണ്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൻ്റെ സിംഹഭാവവും ഈ നാടിന് വേണ്ടി സമർപ്പിച്ചിരിക്കുകയാണ്. അവർക്ക് നല്ല തരത്തിലുള്ള ഒരു കയ്യടി നിങ്ങൾ കൊടുക്കണം. ഞാൻ പറയുന്നത് ഇവിടെ വോളണ്ടിയർ റിട്ടയർമെൻ്റ് എടുത്തു എന്നാണ് പറയുന്നത്. 3 വർഷക്കാലം കൂടിയും ഉണ്ടായിട്ട് പോലും ശാരീരിക അവശത കൊണ്ടാണ് ഈ നാടിനോട് വിട പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ഭാവി ജീവിതം, ഇഷ്ടകാല ജീവിതം ഈ നാടിന് വേണ്ടി ഞങ്ങളൊക്കെ വിളിക്കുമ്പോൾ വെളിപ്പാടകളെ ടീച്ചർ ഉണ്ടാവും. അതിലപ്പുറം ഈ സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ദീർഘായുസ് അവർക്ക് ദൈവം തമ്പുരാൻ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സുലൈഖത്താക്ക നല്ല രൂപത്തിലുള്ള, ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു, നല്ല രൂപത്തിൽ ഭക്ഷണമാണ് അതിപ്രധാനമെന്ന് നിങ്ങൾക്കറിയാം. അതിനു വേണ്ടിയാണ് ഈ പെടാപ്പാട് നമ്മൾ പെടുന്നത്. നമ്മുടെ കുട്ടികൾക്ക് നല്ല നല്ല ഭക്ഷണം വിളമ്പി, ആ രുചികരമായ ഭക്ഷണം വിളമ്പി നമ്മോടൊപ്പം സഹകരിച്ച പ്രിയപ്പെട്ട സുലൈഖത്താത്തയോടുള്ള നന്ദിയും കടപ്പാടും കൂറും അറിയിക്കുന്നതോടൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ 101-ാം വാർഷികത്തിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. താങ്ക് യു. കീഴാറ്റൂർ പഞ്ചായത്തിൻ്റെ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് സംസ്ഥാനതലം വരെ ഈ പഞ്ചായത്തിനെ എത്തിക്കുന്നതിൽ സഹകരിക്കുന്ന ശ്രീമതി ബിന്ദു മാത്യുവിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ യൂസഫ് പാറയിൽ, അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കീഴാറ്റൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി ജമീല ചാലിയത്തൊടി, അതുപോലെ ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ അസീസ് പട്ടിക്കാട്, എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന ശ്രീമതി സാബിറ, ശ്രീ സലാം മാസ്റ്റർ, അതുപോലെ തന്നെ നമുക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ HM രാജഗോപാൽ മാഷ്, റിപ്പോർട്ട് അവതരിപ്പിച്ച SRG കൺവീനർ ശ്രീമതി ഷൊറീസ, അതുപോലെ തന്നെ നമ്മളുടെ സ്കൂൾ മാനേജറായിരിക്കുന്ന അബ്ദുൽ അസീസ് KV അടക്കമുള്ള നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള ടീച്ചേഴ്സ്, അധ്യാപകർ, അതുപോലെ തന്നെ നമ്മളുടെ രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നമ്മുടെ വിദ്യാലയത്തിൻ്റെ 101-ാം വാർഷികാഘോഷവേളയിലാണ് നാം ഓരോരുത്തരും. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ് ഇന്ന്.
നമ്മുടെ വിദ്യാലയം 101 വർഷക്കാലം വിവിധ വിദ്യാർത്ഥികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് വിവിധ മേഖലകൾ എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ നമ്മുടെ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ നമ്മുടെ റിപ്പോർട്ടിൽ നല്ല രീതിയിൽ വായിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തിന് ചെയ്യാൻ സാധിച്ചു. അതുപോലെ തന്നെ കലാകായിക മേഖലകളിലും നല്ല വിജയം കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇവിടെ അതുപോലെ തന്നെ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്, JRC യൂണിറ്റുകൾ, അതുപോലെ തന്നെ LSS പരിശീലനത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ അധ്യാപകർ, നമ്മുടെ രാജൻമാഷിനൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നല്ല പ്രവർത്തന പരിചയമുള്ള നല്ല അധ്യാപകരെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം തന്നെയാണ്. നമ്മുടെ വിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലകൾ ഉയർച്ചയ്ക്ക് വേണ്ടി ഇവിടെ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ട് എന്നുള്ളതാണ് ഈ പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാലയത്തിന് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ PTA ഭാരവാഹികളുമൊക്കെ നമ്മോടൊപ്പം ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഓരോ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാലങ്ങൾ നമ്മൾ കണ്ടറിഞ്ഞുകൊണ്ട് നമ്മുടെ അധ്യാപകരെ കണ്ടുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കുട്ടികളുടെ പഠനത്തിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ എന്നും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ അവർക്ക് വേണ്ട പിന്തുണ നൽകണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ കീഴാറ്റൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ പ്രൊജക്റ്റുകൾക്ക് വിവിധ നേതൃത്വം കൊടുക്കുമ്പോൾ, നമ്മൾ PEC കൂടുമ്പോൾ നമ്മുടെ HM രാജമാഷിൻ്റെ നേതൃത്വത്തിൽ നല്ല നല്ല പ്രൊജക്റ്റുകളുടെ അഭിപ്രായങ്ങളാണ് നമുക്ക് കിട്ടാറ്. അങ്ങനെയുള്ള HM നമ്മുടെ വിദ്യാലയത്തിന് എന്നും മാതൃകയുള്ള ഒരു അധ്യാപകനായി എന്നും തീരുമെന്നുള്ളത് ഒരു സംശയവുമില്ല. കഴിഞ്ഞ വർഷം നമുക്ക് വിജയപേരി സ്പർശം നമ്മുടെ വിദ്യാലയം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ അവർക്ക് വേണ്ട എക്സ്ട്രാ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് അവരെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതിന് നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഇവിടെ ചെയ്യുകയുണ്ടായി. അത് AEയുടെ നേതൃത്വത്തിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിൽ എനിക്ക് ഈ സ്കൂൾ സന്ദർശിക്കുവാനും ഇവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനും സാധിച്ചു. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ കലാകായികപരമായ കഴിവുകളെ കുട്ടികളിൽ വളർത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ ആഴ്ച നമ്മൾ സ്പോർട്സ് കിറ്റ് നമ്മുടെ കീഴാറ്റൂർ പഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും LP UP സ്കൂൾ വിദ്യാലയങ്ങൾക്ക് സ്പോർട്സ് കിറ്റ് നൽകാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ വിവിധ പദ്ധതികൾ വെച്ചുകൊണ്ട് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങൾക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നൽകാൻ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഹരിതകർമ്മസേന പ്രവർത്തനങ്ങൾ നമ്മുടെ സ്കൂളുകളിൽ ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കീഴാറ്റൂർ പഞ്ചായത്ത് എല്ലാ വിദ്യാലയങ്ങളും ഗ്രീൻ സ്കൂളായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതെല്ലാം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ HMമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ പഠനത്തിനും അതുപോലെ തന്നെ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതുപോലെ നല്ല പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ വിദ്യാലയങ്ങൾ സാക്ഷിയാകുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഇനിയും നമ്മുടെ വിദ്യാലയവും നല്ല ഉയരങ്ങളിലെത്താനും നമ്മുടെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും നല്ല രീതിയിൽ മുന്നേറാനും സാധിക്കട്ടെ എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥികളായിരിക്കുന്ന ശ്രീമതി ജയ ടീച്ചർ സുദീർഘമായ സേവനത്തിന് ശേഷം നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് ഇന്ന് വിരമിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് 30 വർഷക്കാലം നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികൾക്ക് അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിക്കൊണ്ട് ഒരു ഇംഗ്ലീഷ് അധ്യാപികയായി നല്ല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ ഇന്ന് നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിരമിക്കുകയാണ്. അവർക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നല്ല രുചിയുള്ള ഭക്ഷണം നൽകി നമ്മുടെ ശ്രീമതി സുലൈഖ താത്ത, അവരും നമ്മുടെ വിദ്യാലയത്തിൽ നമ്മുടെ കുട്ടികൾക്ക് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അവരെയും ഇനിയുള്ള കാലം അവർക്ക് സന്തോഷത്തോടു കൂടി അവരുടെ കുടുംബത്തിൽ സമാധാനത്തോടു കൂടി നല്ല ആരോഗ്യവാന്മാരെ ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ HM സ്കൂൾ മാനേജ്മെൻറ്റ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളിവിടെ ക്ഷണിച്ചതിലും എനിക്കിവിടെ പങ്കെടുക്കാൻ കഴിഞ്ഞതിലും എല്ലാവരോടും ഈ പ്രോഗ്രാം കമ്മിറ്റിയോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പൊതുസമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ അംഗമായ ശ്രീമതി സാബിറ കൊളമ്പലിനെ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ
നമ്മുടെ PTA പ്രസിഡന്റ് യൂസുഫ് സാർ, ഈ വിദ്യാലയത്തിൻ്റെ പ്രഗത്ഭനായ HM രാജ് മാഷ്, ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ കീഴാറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ യോഗത്തിന് ആശംസകൾ അർപ്പിച്ച മറ്റു സഹപ്രവർത്തകർ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു വിശിഷ്ട വ്യക്തിത്വങ്ങളെ, നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മൾക്കറിയാം, നമ്മുടെ ഏത് വർഷവും നമ്മൾ നടത്തിക്കൊണ്ടായി വരുന്നുള്ള നമ്മുടെ വാർഷികം അതിഗംഭീരമായ രീതിയിൽ നമ്മൾ എല്ലാ വർഷവും നമ്മുടെ വാർഷികം ആഘോഷിക്കാറുണ്ട്. അതിൻ്റെ 100 വർഷവും കഴിഞ്ഞ് 101ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. മുള്ളിയാവശ്യക്കാരെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ സ്കൂളിനെ കുറിച്ചും ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ മുൻ പ്രാസംഗികന്മാരൊക്കെ പറഞ്ഞു കേൾപ്പിക്കുകയുണ്ടായി. ഇനി ഞാനെന്തെങ്കിലും കൂടുതൽ സംസാരിച്ചാൽ മെമ്മറെ നിങ്ങൾക്കറിയാലോ ഇവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ. ഞങ്ങളൊക്കെ കുട്ടികളുടെ പരിപാടികളൊക്കെ ആകാംക്ഷയോടെ കാണാനിരിക്കുകയാണ്. കുറച്ച് ചുരുക്കിയതാവും നിങ്ങളെ മനസ്സിലൊക്കെ ഉണ്ടാവുക എനിക്കറിയാം. ഏതായാലും നമ്മുടെ സ്കൂളിനെ കുറിച്ച് ഏതായാലും 2 വാക്ക് സംസാരിക്കാതിരിക്കാൻ വയ്യ. നമ്മുടെ കുട്ടികളുടെ പഠന കാര്യത്തിലും പാഠ്യേതര കാര്യത്തിലും ഈ സ്കൂൾ വളരെ മുൻപന്തിലാണെന്ന് നമ്മൾക്കൊക്കെ അറിയാം. നമ്മൾ സ്കൂൾ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും നമ്മുടെ ഏത് തലത്തിലായാലും നമ്മൾ മികച്ച പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കുന്ന നമ്മളെ കുഞ്ഞുങ്ങൾ സ്കൗട്ട് തലത്തിൽ അവാർഡൊക്കെ നമ്മളിപ്പോൾ ഇവിടെ വായിക്കുകയുണ്ടായ റിപ്പോർട്ടിൽ നമ്മൾ കണ്ടു കേട്ടു നമ്മളെ എല്ലാ പ്രവർത്തനങ്ങളെക്കുറിച്ചും. അപ്പോൾ നമ്മുടെ സ്കൂളിൻ്റെ ഈ മികവ് എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മളെ കുട്ടികൾക്ക് വേണ്ടി ഒരു 2 വാക്ക് ഗാനം. കാലം കലാഭംഗി നെയ്യുന്ന കാഞ്ചന ശീലുകളെ ഗാനശീലുകളെ, കാലം കലാഭംഗി നെയ്യുന്ന കാഞ്ചന ശീലുകളെ ഗാനശീലുകളെ, മണ്ണിൻ്റെ മാറിൽ കുളിരു പെയ്യാൻ മിന്നലോളിയുമായി പോരൂ, ഗാനമിന്നലോളിയുമായി പോരൂ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തത് നമ്മുടെ സ്കൂളിനോട് ചേർന്ന് എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കുന്ന വാർഡ് മെമ്പർ ശ്രീ സലാമാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ഈ യോഗത്തിലെ അധ്യക്ഷൻ, അതുപോലെ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടക, ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ, അതുപോലെ ഈ സ്ഥാപനത്തിൻ്റെ ഇന്ന് നിന്ന് വിരമിക്കുന്ന ശ്രീമതി ജയ ടീച്ചർ, സുലൈഖ, അതുപോലെ ഈ സദസ്സിലും സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, അവാർഡ് ജേതാക്കളടക്കമുള്ള വ്യക്തികൾ, പ്രിയ രക്ഷിതാക്കളെ, നാട്ടുകാരെ, അധ്യാപക സുഹൃത്തുക്കളെ, ഇത് മാസം നിങ്ങൾക്കറിയാം, ഫെബ്രുവരി മാർച്ച് മാസം ഏറ്റവും ചൂടുള്ള കാലം. സമയം 3 മണി. ഈ സമയത്ത് ഈ സദസ്സിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതി ദീർഘമായി സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ വിദ്യാലയം ഒരു പൊതുവിദ്യാലയമാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മികവാർന്ന സൗകര്യങ്ങളോട് കൂടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രദേശത്തെ, ഉള്ളിയാർശി പ്രദേശത്തെ ഈ പൊതുവിദ്യാലയത്തെ ഉത്തരോത്തരം ശക്തിപ്പെടുത്തണമെന്ന്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന ജയ ടീച്ചർക്കും സുലൈഖ അവർകൾക്കും എല്ലാവിധ ഭാവുകങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. മുള്ളിയാകുറിച്ചി PTM UP സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീ അസ്ലം മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട HM അധ്യക്ഷൻ, PTA പ്രസിഡന്റ്, അതുപോലെ വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, നാട്ടുകാരെ, നമ്മുടെ ഈ വിദ്യാലയത്തിൻ്റെ 101ാം വാർഷിക ദിനത്തിലാണുള്ളത്. വളരെ സന്തോഷം തോന്നുകയാണ്. ഈ നട്ടുച്ച നേരത്ത് വളരെ ആവേശപൂർവ്വം രക്ഷിതാക്കൾ ഈ പരിപാടിയിൽ, വേദിയിൽ തിങ്ങി നിറഞ്ഞ് ഇരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾ ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന കൂറും
ഈ നിങ്ങളുടെ വിദ്യാർത്ഥികളോട്, നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ കാണിക്കുന്ന വാത്സല്യവുമൊക്കെ അത് പ്രകടമാകുന്നുണ്ട്. ഒരു വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ കരുത്ത് തന്നെയാണ് ഈ കൂടിയിരിക്കുന്ന രക്ഷിതാക്കൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗ്രാമത്തിൻ്റെ ഒരു ഉത്സവമായിട്ടാണ് ഈ വിദ്യാലയത്തിൻ്റെ ഈ വാർഷിക സമ്മേളനം നടക്കുന്നത്. അതുതന്നെ ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും വലിയ മികവായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ UP സ്കൂളിൽ കുറേ കുട്ടികൾ എൻ്റെ ഓഫീസിൽ നിന്ന് വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ഉടനെ LP സ്കൂളിൽ എത്തണം, ഞങ്ങളെ സ്കൂളിൻ്റെ വാർഷികമാണ് എന്നാണ് അവർ പറഞ്ഞത്. എന്നോട് ചോദിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ഉച്ചയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. അവർ കാണിക്കുന്ന ഈ സ്കൂളുമായുള്ള അവരൊരു അറ്റാച്ച്മെൻറ്റ് ഒക്കെ അതിൽ നിന്ന് ബോധ്യപ്പെടുന്നുണ്ട്. ഇത് നിങ്ങൾ നിലനിർത്തി ഈ വിദ്യാലയം തീർച്ചയായും പഠനരംഗത്ത് മികച്ച നിലവാരം പുലർത്തുന്നുണ്ട്. ഇവിടുന്ന് 4ാം ക്ലാസ്സിൽ നിന്ന് 5ാം ക്ലാസ്സിലേക്ക് UP സ്കൂളിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കത് ബോധ്യപ്പെടുന്നുണ്ട്. ആ ഒരു പഠന നിലവാരം നിലനിർത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധ്യമാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. അതോടൊപ്പം 3 പതിറ്റാണ്ട് കാലം ഈ വിദ്യാലയത്തിൽ സേവനമനുഷ്ഠിച്ച ബഹുമാനിയായ ശ്രീമതി ജയ ടീച്ചർ അവർ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരു ദീർഘമായൊരു കാലയളവിലെ സേവനമാണ് ഈ വിദ്യാലയത്തിന് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അവർക്ക് നല്ല രീതിയിൽ റിട്ടയർമെൻറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം ശ്രീമതി സുലൈഖ താത്തക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേർന്നുകൊണ്ട് ഈ വാർഷിക സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ സ്കൂളിലെ മുൻ മാനേജർ ശ്രീ ഹമീദ് പട്ടിക്കാട് നിങ്ങളോട് സംസാരിക്കണം. പ്രിയമുള്ളവരെ, ഈ വൈകിയ വേളയിൽ ഒരു ആശംസാ പ്രസംഗത്തിന് പ്രസക്തിയില്ല. നിങ്ങളേവരും നിങ്ങളുടെ പിഞ്ചോമനകളുടെ കലാപരിപാടികൾ കാണാൻ വേണ്ടി ഇരിക്കുകയാണ് എന്നറിയാം. ഇന്ന് വിരമിക്കുന്ന പ്രിയപ്പെട്ട ജയ ടീച്ചർക്കും അതുപോലെ തന്നെ ശ്രീമതി സുരേഖാക്കും ഭാവുകങ്ങൾ നേരുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. 4 വരി കവിത കുട്ടികൾക്ക് വേണ്ടി. അമ്മതൻ മടിത്തട്ടിൽ നിന്നും ആദ്യാക്ഷരം പഠിച്ച കുട്ടി, അറിവിൻ്റെ സത്തകൾ അധ്യാപകനാൽ പൂർണ്ണകൊള്ളും. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. താങ്ക് യു. MTA പ്രസിഡന്റ് ശ്രീമതി ആമിന നിങ്ങളോട് സംസാരിക്കാം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കൾ, വിദ്യാർത്ഥികളെ, 101 വാർഷികം ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ സാർ പറഞ്ഞ മാതിരി ഒന്നും അധികം പറയേണ്ട ആവശ്യമില്ല. എല്ലാവരും കുട്ടികളെ കലാപരിപാടികൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ദീർഘകാലത്തെ സേവനത്തിന് ശേഷം നമ്മുടെ ഈ വിദ്യാലയത്തിൽ നിന്നും പോകുന്ന ജയ ടീച്ചർക്കും അതേമാതിരി തന്നെ സുലൈഖ താത്താക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ശ്രീ MT മുഹമ്മദ് അലി. അസ്സലാമു അലൈക്കും. കേട്ടില്ലേ? അസ്സലാമു അലൈക്കും. ആശംസകളും ആൾക്കാരുടെ പേരൊക്കെ പറയാൻ കുറേ സമയമെടുക്കും. രാജഗോപാലൻ മാഷ് പറഞ്ഞ മുല്യാ സ്കൂളിനെ പറ്റി ഞാൻ സംസാരിച്ച 1000 നാക്കാളാണ്. 1000 നാക്കാളിൽ 1000 ദിവസം സംസാരിച്ചാലും തീരില്ല. ഞാൻ ഒന്നും പറയില്ല. നിങ്ങളൊക്കെ സിനിമ കാണാറുണ്ടോ? എന്താ ഒന്നും മിണ്ടാത്ത? മലയാള സിനിമ കാണാറുണ്ടോ? ഇല്ല. ഉണ്ട്. മമ്മൂട്ടിൻ്റെ ഒരു സിനിമ ഉണ്ട്, 2007 റിലീസായ ബിഗ് ബി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. അതിൽ വൈറലായ ഒരു ഡയലോഗുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റുമോ? എന്താണ്? കൊച്ചി നിങ്ങൾക്കും അറിയില്ല. അതാ പറഞ്ഞത്. കൊച്ചി പഴയ കൊച്ചിയല്ല, പക്ഷേ ബിലാൽ പഴയ ബിലാൽ തന്നെയാണ്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ ആർക്കെങ്കിലും? മുള്ളിയാകുറിശിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ബിൽഡിങ്ങും സൗകര്യങ്ങളും പഠനം പാഠ്യമൊക്കെ. പക്ഷെ അതിൻ്റെ പാരമ്പര്യത്തിനോ
അതിൻ്റെ പഴയകാല തുടർച്ചക്കോ ഒരു മാറ്റം വന്നിട്ടില്ല എന്നതിൻ്റെ തെളിവാണിത്. ഇവർക്കൊക്കെ ഭർത്താക്കന്മാരില്ലേ? ഭർത്താവെന്ന് ഞാൻ പറയാറില്ല, ഇണകളുണ്ടല്ലോ. എവിടെയില്ലത് അവരൊക്കെ? അപ്പം ഈ നാട് പണ്ടേ നിങ്ങളുടെ കയ്യിലാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ നാട് ഭരിക്കുന്നത് നിങ്ങളാണ്, സ്ത്രീകളാണ്. അതുകൊണ്ട് ഈ നാടിൻ്റെയും ഈ മക്കളുടെയും ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭാവി നിങ്ങളുടെ കയ്യിലാണ്. അത് നിങ്ങൾ മുറുകെ പിടിക്കുക, തുറന്നു കൊണ്ടുപോവുക എന്ന് മാത്രമേ എനിക്ക് വൈകിയ വേളയിൽ പറയാനുള്ളൂ. ജയ് ഹിന്ദ്. താങ്ക് യു. ആശംസാ പ്രസംഗങ്ങൾ എല്ലാവരും നിങ്ങളോട് നേർന്നു കഴിഞ്ഞിരിക്കുന്നു. ശ്രീ ഉസ്മാൻ കൊമ്പൻ, വാപ്പു, MT റഷീദ്, കുഞ്ഞി മുഹമ്മദ് KV, ഷഫീഖ് മാഷ് എന്നിവരൊക്കെ ആശംസ അറിയിച്ചിട്ടുണ്ട്. ഇനി സ്കൂൾ ലീഡർ അശ്വീന നിങ്ങളോട് സംസാരിക്കും. മുള്ളിയാകുറിശി AMLP സ്കൂളിൻ്റെ 101-ാം വാർഷികത്തോടനുബന്ധിച്ച് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന അതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹപാഠികളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. AMLP സ്കൂൾ മുള്ളിയാകുറിശി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഒരു നല്ല സ്കൂളാണ്. പാഠ്യോത്തര പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഞങ്ങളുടെ സ്കൂൾ 101 വർഷം പിന്നിടുമ്പോൾ അച്ചടക്കവും വിനയവുമുള്ള നല്ല കുട്ടികളെ വാർത്തെടുക്കാൻ ഞങ്ങൾക്ക് കഴിയട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയ ടീച്ചർക്കും ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കിയ സുലൈഖ താത്താക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ സ്കൂളിലെ കുട്ടികളുടെ പേരിൽ ആശംസ അറിയിക്കുന്നു. നന്ദി. ആശംസ അറിയിച്ച എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ ജയ ടീച്ചറുടെ ഹസ്ബൻഡ് ശ്രീ മോഹൻ മാഷ്, അതോടൊപ്പം മകള് എത്തിയിട്ടില്ല, PGക്ക് പഠിക്കുന്നതുകൊണ്ട്, മരുമകൻ ശ്രീ ഭരത് എന്നിവർ സ്റ്റേജിൽ എത്തിച്ചേരണം പ്ലീസ്. മോഹൻ മാഷ്, ഭരത് സ്റ്റേജിലേക്ക് വരിക. അതുപോലെ നമ്മുടെ സുലേഖ താത്ത, ഹനീഫ ഉണ്ടെങ്കിൽ സ്റ്റേജിലേക്ക് കണ്ടു വരിക. നമ്മുടെ ആശംസാ പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. അതോടൊപ്പം ഇനി സാന്നിധ്യം ഉള്ള എല്ലാവരോടുമുള്ള ആശംസ അറിയിക്കുന്നു. അവരുടെയും പേരിൽ നിങ്ങൾക്ക് വേണ്ടി ആശംസ അറിയിക്കുകയാണ്. ഇനി 30 വർഷം ഈ സ്കൂളിന് സേവനമനുഷ്ഠിച്ച ജയ ടീച്ചറെ നിങ്ങളോട് ഏതാനും വാക്കുകൾ സംസാരിക്കുന്നതായിരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഏവർക്കും എൻ്റെ നമസ്കാരം. 29 വർഷങ്ങൾക്ക് മുമ്പ് ഒരു നവംബർ 14-നാണ് ഞാൻ ഈ സ്കൂളിൽ അധ്യാപികയായി ജോലിയിൽ ചേർന്നത്. ഇനിയും 3 വർഷങ്ങൾ കൂടി ബാക്കി നിൽക്കെ 2028-ൽ സർവീസിൽ നിന്ന് വിരമിക്കേണ്ട ആളാണ് ഞാൻ. പക്ഷെ ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ട് ഈ അധ്യയന വർഷത്തിൽ തന്നെ ഞാൻ ഈ സ്കൂളിൻ്റെ പടിയിറങ്ങുന്നു.
ഈ അവസരത്തിൽ എനിക്ക് ഈ സ്കൂളിൽ ജോലി തന്ന മാനേജ്മെൻറ്റിനോടും എൻ്റെ കൂടെ പ്രവർത്തിച്ച എല്ലാ അധ്യാപക സുഹൃത്തുക്കളോടും ഈ നാട്ടുകാരോടും എൻ്റെ മക്കളോടും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനൊരു വാർഷികം സാധാരണ നമ്മൾ എല്ലാ വർഷവും നടത്താറുള്ളതാണ്. യാത്രയപ്പിൽ ഇന്ന് എൻ്റെ യാത്രയപ്പായതുകൊണ്ട് ഈ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ച് തന്ന എല്ലാ PTA ഭാരവാഹികളോടും അധ്യാപക സുഹൃത്തുക്കളോടും കുട്ടികളോടും രക്ഷിതാക്കളോടും ഒറ്റവാക്കിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏതാനും വാക്കുകളിൽ ചുരുക്കി മറുപടി പറഞ്ഞ ജയ ടീച്ചർക്ക് പ്രത്യേകമായ നന്ദി സ്കൂളിലെ പേരിൽ അറിയിപ്പിക്കുന്നു. സുലേഖ താത്തക്കൊന്നും പറയാനില്ല, നിങ്ങളാരെങ്കിലും പറഞ്ഞോളി എന്നാണ് പറഞ്ഞത്. എങ്കിലും സുലേഖ താത്തയ്ക്ക് ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ നന്ദി പറയുന്നതിനായി പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ശ്രീ സജി ഫിലിപ്പിനെ സ്വാഗതം ചെയ്യുന്നു. മുള്ളിയാകുറിശി AMLP സ്കൂളിൻ്റെ 101ാം വാർഷികം, അതിൻ്റെ പൊതുസമ്മേളനം, യാത്രയപ്പ് സമ്മേളനം എന്നിവയെല്ലാം ഇവിടെ സമാപിക്കുകയാണ്. 101 വർഷം വളരെ പെട്ടെന്ന് കടന്നുപോയി. ആദ്യ കാലങ്ങളിലൊന്നും നമ്മൾ ജനിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ ഇവിടെ ഓരോ അധ്യാപകരും 10-30 വർഷത്തിലധികം ഈ സ്കൂളിനെ സേവനം അനുഷ്ഠിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ പുതിയ തലമുറയാണ് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പരിപാടി വളരെ ഗംഭീരമായി നമ്മൾ പകലും രാത്രിയുമായിട്ട് ആഘോഷിച്ചു. ഇപ്രാവശ്യം നമ്മൾ പകലാണ്. പക്ഷേ നമുക്ക് പകലും രാത്രിയും ആഘോഷിക്കുമ്പോഴാണ് ഇതിലെ ഇരട്ടി ആളുകൾ, കഴിഞ്ഞ വർഷത്തിൻ്റെ ഇരട്ടി ആളുകൾ ഉണ്ടായിരുന്നു രാത്രിയും കൂടി വന്നപ്പോൾ. പക്ഷേ നമ്മൾക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്കത് ചുരുക്കേണ്ടി വന്നു. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ നമ്മളിവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പുറമേ ആളുകളെ കൊണ്ടുവന്നത് നടത്തുമ്പോൾ നമുക്ക് ഭീമമായ ഒരു സംഖ്യ അതിൻ്റെ ചിലവ് വരും. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ വളരെ ചുരുക്കി അധ്യാപകരാണ്, ഇപ്പം മാഷന്മാർ തന്നെയാണ് കുട്ടികളെ ഡാൻസ് പഠിപ്പിച്ചിരുന്നത്, ടീച്ചർമാരും ചേർന്നാണ്. അതിനുവേണ്ടി വളരെയധികം പ്രയത്നിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും നമ്മുടെ സ്കൂളിൻ്റെ പാഠ്യേതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്നത്തെ കാലത്ത് നമുക്ക് സ്കൂളുകൾക്ക് തന്നെ നിലനിൽപ്പുള്ളൂ. അതിനുവേണ്ടി അക്ഷീണം പ്രയത്നിക്കുക എന്നത് ഓരോ അധ്യാപകരുടെയും അതുപോലെ രക്ഷിതാക്കളുടെയും കടമയാണ്. അതിനുവേണ്ടി വളരെയധികം സഹകരിക്കുന്ന എല്ലാവരോടുമുള്ള നന്ദി ഈ സമയത്ത് അർപ്പിക്കുകയാണ്. ഞാൻ നീട്ടുന്നില്ല, കാരണം കുട്ടികളുടെ ഒരുപാട് പരിപാടികൾ കിടക്കുകയാണ്. ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടിക്ക് സ്വാഗതമർപ്പിച്ച രാജഗോപാലൻ സാറ്, അതുപോലെ PTA പ്രസിഡൻറ്റ്, റിപ്പോർട്ട് അവതരിപ്പിച്ച ഷർഫുനിസ ടീച്ചർ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, കീഴാറ്റൂർ ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അസീസ് പട്ടിക്കാട്, ബിന്ദു മാത്യു, അതുപോലെ വാർഡ് മെമ്പേഴ്സ് സാബിറ, അബ്ദുസലാം, നമ്മുടെ ഈ സ്കൂളിൻ്റെ മാനേജർ അസീസ് മാഷ്, ഹമീദ് പട്ടിക്കാട്, UP സ്കൂൾ ഹെഡ് മാസ്റ്റർ, അതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന പ്രധാന വ്യക്തിത്വങ്ങൾ, സാന്നിധ്യം അറിയിച്ചവർ, ക്ലബ്ബ് ഭാരവാഹികൾ, ഇതിനുവേണ്ടി പ്രയത്നിച്ച ഈ ഇവിടുത്തെ MTA പ്രതിനിധികൾ, നാട്ടുകാർ, എല്ലാവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ
വിശിഷ്ട വ്യക്തികൾ എന്ന് പറയുന്നതിന് നമ്മുടെ ഇവിടുന്ന് റിട്ടയർ ചെയ്യുന്ന ജയ ടീച്ചറും അതുപോലെ സുലേഖയുമാണ്. ഏകദേശം 30 വർഷത്തോളം ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് തന്നെ ഏകദേശം 33 വർഷം കഴിഞ്ഞു. ഈ 30 വർഷവും എന്നോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ഈ മേലാറ്റൂർ ഉപജില്ലയെ മറ്റു സ്കൂളുകളൊക്കെ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അവസാന തലത്തിൽ നിന്ന് 1-ാം സ്ഥാനത്തേക്ക് എത്തിക്കാൻ ശാസ്ത്രമേള, കലാമേളകളിൽ അന്നൊക്കെ കാലത്ത് വളരെയധികം ഫോണൊന്നും ഇല്ലാത്ത സമയങ്ങളിലാണ്. എല്ലാ മേഖലകളിലും പല സ്കൂളുകളിലും പോയി ഓരോ കാര്യങ്ങൾ പഠിച്ചു വന്ന് ഈ സ്കൂളിൽ അത് പ്രാവർത്തികമാക്കി സ്കൂളിനെ ജില്ലാതലത്തിൽ ഏകദേശം 4 വർഷത്തോളം 1-ാം സ്ഥാനത്ത് എത്തിച്ചു. അതുപോലെ സബ് ജില്ലാതലത്തിൽ 7 വർഷം തുടർച്ചയായി ഞങ്ങൾ 1-ാം സ്ഥാനത്തായിരുന്നു. ഇതിനൊക്കെ അക്ഷീണമായി പ്രയത്നിച്ച, അതുപോലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയധികം സബ് ജില്ലാതലത്തിലും ഒക്കെ RP ആയി പ്രവർത്തിക്കുകയും സ്കൂളിൻ്റെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഊന്നു നൽകിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ദീർഘകാലം ഈ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്ന് ഒരു 3 വർഷം ബാക്കി നിൽക്കെ സർവീസ് വിരമിക്കുന്ന നമ്മുടെ സ്വയം മാറി നിൽക്കുന്ന ജയ ടീച്ചർക്ക് പ്രത്യേകമായി നന്ദി ഈ സ്കൂളിൻ്റെ പേരിൽ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ സുലേഖ താത്ത എന്ന് പറഞ്ഞാൽ ഏകദേശം 98 കാലഘട്ടത്തിൽ 97-98 കാലഘട്ടത്തിലാണ് നമ്മുടെ കിച്ചണിൻ്റെ ചാർജ് എടുത്തുകൊണ്ട് വരുന്നത്. പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത്രയും വർഷം 2025 എന്ത് ആവശ്യങ്ങൾക്കും നമുക്ക് എന്ത് കൊണ്ടെന്നാലും അത് അവിടുന്ന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരും. വളരെ രുചികരമായ ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാ കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ ഒരുക്കി തന്നു. ഇത്രയും വർഷം ഈ സ്കൂളിനെ സേവിക്കുകയും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്ത സുലേഖ താത്തക്കും ഞങ്ങൾ ഈ സ്കൂളിൻ്റെ പേരിലുള്ള ഈ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ, സഹപ്രവർത്തകരുടെ പേരിൽ, നാട്ടുകാരുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവരുടെ ഇപ്പോൾ ജയ ടീച്ചറുടെ കുടുംബത്തിനും സുലേഖ താത്തയുടെ കുടുംബത്തിനും ഞങ്ങളുടെ എല്ലാവിധ പ്രാർത്ഥനകളും ഇനിയുള്ള കാലഘട്ടത്തിൽ ആരോഗ്യത്തോടെ സ്വസ്ഥമായ ജീവിതം നയിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാർക്കും, രക്ഷിതാക്കൾക്കും, കുട്ടികൾക്കും, അതോടൊപ്പം തന്നെ PTA ഭാരവാഹികൾ, MTA ഭാരവാഹികളെ, ഇതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി പ്രയത്നിച്ചവരെ, ഇത് കാണുന്നതിന് വേണ്ടി പല ഭാഗങ്ങളിൽ എത്തിച്ചേർന്നവരെ എല്ലാവർക്കും ഈ സ്കൂളിൻ്റെ പേരുള്ള നന്ദിയും കടപ്പാടുകളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇതിനു വേണ്ടി നമ്മുടെ പരിപാടികൾക്ക് പരസ്യം നിന്ന് സഹായിച്ചവർ, സാമ്പത്തികമായിട്ട് സഹായിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട ജയ ടീച്ചർക്കും സുലേഖ താത്തയ്ക്കും അതോടൊപ്പം നമ്മുടെ ഈ ഏതൊരു പരിപാടികൾക്കും അതിൻ്റെ വിജയം എന്ന് പറയുന്നത് ഭക്ഷണ കമ്മിറ്റിയാണ്. ഭക്ഷണ കമ്മിറ്റിയും ഇവിടെ മൈക്ക് അതിനുവേണ്ടി സെറ്റിങ്സ് ചെയ്ത സൗണ്ട് വിഭാഗത്തിന്, പന്തൽ ഡെക്കറേഷൻ വിഭാഗത്തിന്, മാനേജ്മെൻറ്റിന് എല്ലാവർക്കും ഒരിക്കലും നന്ദി പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പൊതുസമ്മേളനം അവസാനിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശേഷം നമ്മുടെ കുട്ടികളുടെ പരിപാടികൾ തുടരുന്നതാണ്. ഇനിയും ബ്രേക്കില്ലാതെ തുടർന്നുകൊണ്ടിരിക്കും.